9, 8, 7, 6, 5, 4, 3, 2, 1. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. മുൾമുടി ജോടിനാൻ പൊഞ്ചിരസതിന്മേൽ കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു. മുൾമുടി ജോടിനാൻ പൊഞ്ചിരസതിന്മേൽ നിന്നയും ദൂഷിയും പീഡയും സാധിച്ചു. ദിവ്യമാരുതിരം ചോലിഞ്ഞോ നിനക്കാൻ കരുണയായി നിന്നെ വിളിച്ചിടുന്നു.
രാത്രിക്ക് സന്ധ്യയ്ക്കായിട്ട് ദൈവത്തിന് മഹത്വം. ഇവിടെ ശുശ്രൂഷകൾ ചെയ്യുന്ന മാന്യ ദൈവദാസന്മാർക്കും കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ വൈകിയ സമയം വന്ദനം. ഇപ്പം ദൂരയാത്ര ചെയ്താണ് വരുന്നത്. കർത്താവിന് മഹത്വമെങ്കിൽ ഈ സമയത്ത് എത്തുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് അല്പസമയങ്ങൾ ധ്യാനിക്കണം. ഇതിനുശേഷമായിട്ടൊരു യോഗത്തിന് വീണ്ടും സംബന്ധിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ് ചിന്തയ്ക്കാധാരമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി വായിക്കാം. ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അതുകൊണ്ട് യേശുക്രിസ്തു തന്റെ ദേഹം എന്ന രക്ഷയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസ്സാക്ഷി നീക്കുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. വളരെ പരിചിതമായ വേദശകലമാണ് ഇവിടെ പൊതുവിൽ വായിച്ച് കേട്ടത്. ആ ലേഖനത്തിൽ 22-ാം വാക്യത്തിൽ വായിക്കുന്നത് അടുത്ത് ചെല്ലുക. അത് പൊടിക്കൊരോളിയെ പൊടിയേക്ക് കൂട്ടിയിട്ട് രണ്ടുപേരും കയ്യം കെടുക്കണം. മതി. സ്തോത്രം. എന്റെ പൊന്നച്ചനൊന്നും ചെയ്താക്കരുത്. ഒത്തിരി ഇങ്ങനെ ഞെരടാൻ ഒത്തിരി സാധനം ഉള്ളതുകൊണ്ട് ചിലപ്പം പിടിച്ചിങ്ങനെ. അപ്പൊ ശ്രദ്ധിക്കുക, വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഈ അടുത്ത് ചെല്ലുവീൻ എന്നുള്ള പദം അവിടെ വന്നതുകൊണ്ട് ഈ പറയുന്ന സമയത്ത് ഇവര് ദൂരെ ഇരിക്കുക. അതുകൊണ്ട് ഈ അടുത്ത് വരാൻ പറഞ്ഞു. ഉറങ്ങരുത് എന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ആരോ ഇതിനകത്തിരുന്ന് ഉറങ്ങുന്ന നല്ല ഉറങ്ങാനൊരുങ്ങുന്നു, അങ്ങനെ. അപ്പൊ അടുത്ത് വരുവീ എന്നുള്ള പദം വന്നതുകൊണ്ട് ദൂരത്തിരിക്കുക. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ വളരെ ആഴമേറിയ ലേഖനങ്ങളിൽ ഒന്നാണ് എബ്രായ ലേഖനം. നമുക്കറിയാം 21 ലേഖനങ്ങളുണ്ട്. 21 ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങൾ പൗലൂസിന്റെ ലേഖനങ്ങളാണ്. ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനങ്ങൾ. ഈ 21 ലേഖനങ്ങളിൽ 14 ലേഖനം പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. അപ്പോൾ തന്നെ പൗലൂസിന്റെ ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്തിയ ലേഖനം, എബ്രായ ലേഖനം. ഇത് 3 പൗലൂസിന്റെ തർജ്ജന ലേഖനങ്ങളാണ്. എന്നാൽ ഈ തർജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ക്രമം കെട്ട് വഴിവിട്ട് വ്യവസ്ഥ തെറ്റി പ്രമാണം തെറ്റി പോയാൽ അവനെ സഭ മുടക്കുകയല്ല, കാര്യങ്ങൾ പറഞ്ഞവനെ ബോധ്യപ്പെടുത്തി യഥാസ്ഥാനപ്പെടുത്തണം. മുടക്കാനൊന്നും പ്രമാണമില്ല. അങ്ങനെ മുടക്കുന്നുണ്ടെങ്കിൽ മുടക്കാൻ ചെല്ലുന്ന പുള്ളി ക്ലിയർ ആയിരിക്കണം. ആരും ക്ലിയർ അല്ല. അതുകൊണ്ടാണ് അത് സഭയിൽ ഞാൻ മൂപ്പന സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് പാവത്തുകളൊന്നും മുടക്കാനൊന്നും കച്ചകെട്ടി തെരഞ്ഞെടുപ്പിന്റെ പഴയ ചരിത്രം പിള്ളേര് പൊളിച്ചു എഴുതും. മര്യാദക്കൊക്കെ ഇന്ന് ദൈവത്തെ ആരാധിച്ചു. മുടക്കൊന്നും ഞാൻ സെക്രട്ടറിയാണ്. ദീർഘവർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ സെക്രട്ടറി പദം അലങ്കരിക്കുകയാണ്. പിള്ളേര് തത്തിച്ചോണ്ട് നടക്കും. വല്ലാത്ത കാലമാണ്. അപ്പൊ അതുകൊണ്ട് മുടക്കാനൊന്നും പ്രമാണമില്ല. അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഗലാത്യർ 6:1 പൈര്. ഗലാത്യർ 6:1. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ പോകരുത്, അഥവാ പോയാൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തും. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ പോകരുത്, അഥവാ പോയാൽ അവനെ ക്രമീകരിക്കാൻ ചെല്ലേണ്ട ആൾക്കാർ ആത്മീകരായിരിക്കണം. ഗുണ്ടായുസമുള്ളവരാരും ഇവിടെ പോകരുത്. സഭാരാഷ്ട്രീയം കളിക്കുന്നവരും കസേര പിടിക്കുന്നവരും ബ്ലേഡുകാരനും പലിശക്കാരനും പാവത്തങ്ങളെ ഉപദ്രവിക്കുന്നവരും അവനെ ക്രമീകരിക്കാനൊന്നും പോകരുത്. സ്തോത്രം. ഞാൻ മുമ്പ് അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് കമ്പനി ജോലി ചെയ്യുന്ന നമ്മുടെ കമ്പനി ഉണ്ട്, നമ്മളാളും എടുക്കാനാ. നമ്മുടെ കമ്പനി ജോലി ചെയ്യുന്ന വിശ്വാസികൾ കൃത്യം കാശ് കൊടുക്കണം. ഏതാ ശമ്പളം കൊടുക്കാതെ അവനായിട്ട് തുള്ളിച്ചില്ല. കമ്പത്തിന് കാളെ ഇറക്കുമ്പോൾ തുള്ളിക്കോ എന്ന് പറഞ്ഞ് ചാടിക്കളിയടാ വീരാമെന്ന് പറഞ്ഞ് നീ മര്യാദയ്ക്ക് ഇരുന്നോണം. അവന് മുടക്കാനും കൊടുക്കാനും ഒന്നും സ്തോത്രം. അവൻ ആത്മീകരാകുന്ന സഹോദരന്മാര് വേണം അവനെ ക്രമീകരിക്കാൻ ചെല്ലാൻ. ആത്മീയരല്ലാതെ ആരും മിണ്ടരുത്. വന്ന വഴിയൊക്കെ തിരിച്ചു വീട്ടിൽ പോകണം. അപ്പൊ സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിനും അകപ്പെട്ട് പോയാൽ പോകരുത്, അഥവാ പോയാൽ
ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ള സഹോദരനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തും. പിന്നെ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു. അവനെ യഥാസ്ഥാനപ്പെട്ടു, നീ കുടിക്കാത്ത വീണ്ടെടുത്തെന്നായി പറഞ്ഞേക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ ഒത്തിരി പേരെയൊക്കെ നേടിയിട്ട് നമുക്കങ്ങ് പോകാനത്തില്ലെങ്കിലും പണ്ട് കുമ്പനാട്ട് വർഷങ്ങൾക്ക് മുമ്പ് കഥ സംഭവമാണ്. നോയൽ മെമ്മോറിയൽ സ്കൂൾ ഇരിക്കുന്നിടത്ത് പണ്ട് കപ്പക്കാലായിരുന്നു. അന്ന് കപ്പയെല്ലാം പറിച്ചിട്ട് കാലായിൽ ഓലപ്പന്തലിട്ട് റാന്തൽ വിളക്ക് തൂക്കി യോഗ നടത്തുക. അപ്പോൾ ഈ സന്ധ്യയ്ക്ക് ആൾക്കാർ വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പന്തലിന് തെക്ക് വശത്തായിട്ടൊരു പൊട്ടക്കിണറുണ്ട്. ആൾക്കാർ ഇരുട്ടെന്ന് വന്ന് കിടത്തി വീഴാതിരിക്കാൻ അവിടെ ഒരാളെ റാന്തൽ വിളക്ക് കൊടുത്തു നിർത്തി. കോശിക്കുഞ്ഞെന്നാ പേര്. സൈക്കിൾ ബാബുച്ചാൻ്റെ ഒരു ചേട്ടൻ്റെ ഭാഗപ്പെട്ട കാണാം. നല്ല മനുഷ്യനാണ്. റാന്തൽ വിളക്കും കൊടുത്ത് കോശിക്കുഞ്ഞ് ആൾക്കാർ കാണിച്ച് വന്ന് ഉരുട്ട് വീഴാതിരിക്കാൻ വെട്ടം കാണിച്ച് പന്തലിൽ കൊണ്ടിരുത്താൻ പറഞ്ഞു. വന്നവരെ എല്ലാം കോശിക്കുഞ്ഞ് കൊണ്ടിരുത്തി യോഗം കൊണ്ട് തുടങ്ങി. പകുതി ആയപ്പോൾ കിണറ്റിൻ്റെ ആളോടിക്കൂടി. നടത്തിപ്പുകാർ വന്നു പറഞ്ഞു, എന്തുവാന്ന് ചോദിച്ചപ്പോൾ യോഗത്തിന് വന്ന ആരാണ്ട് കിണറ്റിൽ പോയെന്ന് പറഞ്ഞു. അയ്യോ, കോശിക്കുഞ്ഞിനെ ഇവിടെ നിർത്തിയതാണല്ലോ റാന്തൽ വിളക്കുമായിട്ട്. കോശിക്കുഞ്ഞാണ് വന്ന മുഴുവൻ ആൾക്കാരെ വെട്ടം കാണിച്ചിരുത്തി കോശിക്കുഞ്ഞ് വിളക്കുമായിട്ട് കിണറ്റിൽ പോയി. അപ്പോൾ അന്ന് യോഗം നടന്നില്ല. കാരണം എങ്ങനെ കേൾക്കണം നല്ല മനുഷ്യനാണ്. നമുക്ക് രസകരമായി തോന്നിയാലും അതിലൊരു സത്യമുണ്ട്. വന്നവരെല്ലാം കൊണ്ടിരുത്തിയ മനുഷ്യൻ വടക്കുമായിട്ട് കിണറ്റിൽ പോയി. ഇപ്പൊ നീ ഒത്തിരി പേരെ ഒന്നും നേടിയില്ലെങ്കിലും നീ നിന്നെ നേടിക്കും. അവിടെ വേല ഇവിടെ വേല പൈനിയർ വർക്ക് പുതിയ വേല നല്ലതാ. പക്ഷെ എല്ലാം വേലയെല്ലാം ചെയ്തേച്ച അവസാനം നമുക്കങ്ങ് പോകാനത്തില്ലെങ്കിലോ. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി തീർന്നിടല്ലേ വീടോടാടുന്നു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി തീർന്നിടല്ലേ വീടോടാടുന്നു. അതിൽ പരം ഒരു ഹീനത വേറെ ഇല്ല. അതുകൊണ്ട് ആത്മാക്കളെ നേടണം, സുവിശേഷം അറിയിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മികരാകുന്ന നിങ്ങൾ ഈ തെറ്റിപ്പോയ മനുഷ്യനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. നീയും തെറ്റിപ്പോകരുത്. അപ്പൊ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത്യ ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാകാൻ നാടൻ ഭാഷയിൽ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 3 പെശക്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. 3 പെശകാണ്. ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭയ്ക്കകത്ത് ഈ 3 പെശക് കയറി. അതാ ഉപദേശ പെശക്, ജീവിത പെശക്, വിശ്വാസ പെശക്. ഇന്നും ഈ പെശകൊക്കെ തന്നെയാണ് ഉള്ളത്. ഇതിനോട് ബന്ധപ്പെട്ട ബാക്കി മുഴുവൻ പെശകും. അപ്പോൾ 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യ ലേഖനം ജീവിത പെശകിനെതിരെ എഴുതിയ ലേഖനം. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെ എഴുതിയ ലേഖനമാണെന്ന് പറയാൻ കാര്യം, ഗലാത്യ വിശ്വാസികൾ വിശ്വാസത്തിൽ വളരെ തീക്ഷ്ണതയുള്ളവരായിരുന്നു. ആരംഭകാലത്ത്, ഇറങ്ങിയ കാലത്ത് തീക്ഷ്ണതയുടെ വിശേഷത കൊണ്ട് ഒരിക്കലും ഇവര് പൗലോസിനോട് പറഞ്ഞു, പാലപ്പെടേണ്ട കഴിയുമെങ്കിൽ ഞങ്ങളുടെ കണ്ണ് പോലും ചൂന്ന് തരാമെന്ന് പറഞ്ഞു. പൗലോസിന്റെ കണ്ണിന് അല്പം കാഴ്ചയുടെ കുറവുണ്ടായിരുന്ന, കണ്ണിനല്പം ഒരു പ്രയാസമുണ്ടായിരുന്നു, കണ്ണ് ചീഞ്ഞണഞ്ഞതായിരുന്നൊക്കെ ഒരു ചരിത്രമാണ്. അപ്പോൾ പൗലോസിന്റെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ആ ലേഖനത്തിൽ ഇത്ര വലിയ അക്ഷരത്തിൽ നിങ്ങൾക്ക് എഴുതി എന്നുള്ള പദമൊക്കെ വന്നത്. കർത്താവിന്റെ മഹത്വം. അപ്പോൾ പൗലോസിന്റെ കണ്ണിന് അല്പം കാഴ്ചക്കേട് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഗലാത്യ വിശ്വാസികൾ പറഞ്ഞു, പേടിക്കേണ്ട, അഥവാ കണ്ടുപോയാൽ ഞങ്ങളുടെ കണ്ണ് തരാമെന്ന് പറഞ്ഞു. ചൂന്നെടുത്ത് ഒന്ന് നേരെ തിരിച്ച് കണ്ണു കുത്തി പൊട്ടിക്കാതിരിക്കാം. പാർത്ത് അഥവാ കണ്ണടക്കുന്ന സമയത്തൊന്ന്
അതുകൊണ്ട് പാസ്റ്റർമാര് മിക്കവരും കണ്ണടയ്ക്കാറാ പ്രാർത്ഥിക്കുന്നത്. എല്ലാത്തിനും വിടുതൽ, കാരണം ഇവനെപ്പോഴാണ് തകർക്കുന്നറിയാം. അപ്പോൾ പൗലോസിന്റെ കണ്ണിന് പകരം ഇവര് കണ്ണ് കൊടുക്കാന്ന് പറഞ്ഞു. അത്രയ്ക്ക് തീക്ഷണത എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് കഴുത്ത് വെച്ചവരും മനസ്സ് വെച്ചവരും തീക്ഷണതയോടെ ഉശിരോടെ ഉണ്മയോടെ ദൈവത്തെ സേവിച്ചവരെ. ഇങ്ങനെയൊക്കെ തീക്ഷണതയോടെ നിന്നാൽ ഈ ഗലാത്യ വിശ്വാസികളുടെ ഇടയിൽ ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് കയറി നുഴഞ്ഞു കയറി ദുരുപദേശം പഠിപ്പിച്ചു. ദുരുപദേശത്തിന്റെ കാറ്റിനാൽ ആടി ഉലഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് കർക്കശമായി ഉപദേശ പ്രേക്ഷകരെതിരെ എഴുതിയത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമാകട്ടെ, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാൽ നിങ്ങൾ ആരും അതിന് വഴിപ്പെട്ടു പോകരുത്. രണ്ടാമധ്യായത്തിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ നന്നായിട്ട് ഓടി, ഇപ്പൊ നിങ്ങൾക്ക് ഓടാൻ മേലെ ആരൊക്കെയോ എന്തൊക്കെയോ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. മൂന്നാമധ്യായത്തിൽ പറഞ്ഞു, ക്രിസ്തുയേശുവിനെ ഇത്ര വ്യക്തമായിട്ട് വരച്ചു കെട്ടിരിക്കുക, നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്. നാലാമധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഓരോ അധ്യായത്തിലും വരെ കർക്കശമായി തർജ്ജനം ചെയ്തു. കൊരിന്ത്യ ലേഖനം ജീവിത പശകനെതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യയിലെ വിശ്വാസികളൊക്കെ വിശ്വാസത്തിൽ മിടുക്കന്മാരാണ്, ജീവിതത്തിൽ പാളറ്റുകൾ വന്നു. കൊരിന്ത്യയിലെ വിശ്വാസികളുടെ ഒരു വിശേഷത 1:3 വായിച്ചു, 1:4 മുതൽ വായിച്ചു, 1:4 മുതൽ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് അപ്പോൾ സ്തോത്രം ചെയ്ത് ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ വിശേഷം സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങളൊരു കൃപാവരത്തിലും കുറവില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കൊരിന്ത്യയിലെ വിശ്വാസികൾ വചനത്തിൽ തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിലും കുറവില്ല. നമ്പർ 1 വിശ്വാസികളാണ്, നല്ല മിടുമിടുക്കൻ വിശ്വാസികൾ. അപ്പൊ ഇവരെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിനെ സ്തോത്രം ചെയ്യുവാൻ വലിയ പ്രേരണ, സന്തോഷം, താല്പര്യം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ ഇവര് സാക്ഷ്യമുള്ളവരാ. 5 മിനിറ്റ് കൊടുത്ത 50 മിനിറ്റ് സാക്ഷി പറയും. നല്ല പപ്പും തൂവലും പൊടിപ്പും തൊങ്ങലും വെച്ച് സാക്ഷി പറയുവാൻ അങ്ങനെയൊക്കെയുള്ള വിശ്വാസികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ അല്പം ഇച്ചിരി കിട്ടിയാൽ മതി, കൊള്ളിച്ചങ്ങ് പറയും. പണ്ടാരപ്പുഴ KP യോഗം നടത്തിയപ്പോൾ ഒരു സഹോദരന്റെ ഒരു ചെറിയ മോഴ, കൈയുടെ വിടങ്ങാട്ടിൽ ചെറിയ മോഴ സൗഖ്യമായി. ആ പ്രവർത്തനത്തിന് സഹോദരന്മാരിങ്ങനെ വീടാത്തിന് കയറിയപ്പോൾ ഈ സഹോദരൻ ഈ അപ്പച്ചനെ കണ്ടു, പ്രായമുള്ള മധ്യവയസ്കനെ കണ്ടു പറഞ്ഞു, യോഹന്നാൻ സാർ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കൈയുടെ മുഴ പോയി. അപ്പൊ ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. മുഴ എന്റെ വിടാന്ന് പറഞ്ഞു. എന്ത് വേണ്ട വലിപ്പമുണ്ട്, എത്ര വലിപ്പം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ സഹോദരന്മാര് പറഞ്ഞു, അച്ചായൻ പത്തനംതിട്ട യോഗമുണ്ട്, ഈ സാക്ഷ്യം വന്ന് അവിടെ പറയണമെന്ന് പറഞ്ഞു. ദൈവം സൗഖ്യമാക്കി തരും. ഇവിടെ പറഞ്ഞു, എനിക്ക് വണ്ടിക്കൂലിയില്ല. വണ്ടിക്കൂലിയൊക്കെ അന്നത്തെ കാലത്ത് 300 രൂപ കൊടുത്തെന്നുള്ളത്. അന്നത്തെ കാലത്ത് 300 രൂപ കിട്ടി. പുള്ളി വണ്ടി കയറി. പിന്നത്തെ യോഗത്തിന് പത്തനംതിട്ട വന്നപ്പോൾ ഭയങ്കര മഹായോഗമാണ്. ഡോക്ടർ KP ഞാൻ പ്രസംഗിക്കുന്നു. ഭയങ്കര യോഗം, ആളുമൊക്കെ കൂടി വലിയ പന്തല്, സ്റ്റേജും അറേഞ്ച്മെന്റ്സും എന്ത് വേണ്ട, ഭയങ്കര വമ്പിച്ച് സ്റ്റേജ് വമ്പിച്ച യോഗം. അപ്പൊ ഈ സ്റ്റേജും വെട്ടവും വെളിച്ചവും തെള്ളും എല്ലാം അവിടെ കണ്ടപ്പോ അപ്പനങ്ങ് ആലപ്പുഴക്കാരൻ അപ്പൻ പൂതി ഇളക്കി അപ്പൻ ഒരു സ്റ്റേജൊക്കെ പിള്ളേരെ കുഞ്ഞാന്റെ അവിടെയാണോ കുഞ്ഞായിട്ട് പുറകോട്ട് വെളി പോകരുത്, പണി പോകരുത്, പുറകോട്ടല്ലേ ശാന്തമായിട്ടിരുത്തണം, ശ്രദ്ധിക്കുന്നില്ല. അത് ഈ ഉഴപ്പാൻ തന്നെ കൊണ്ട് നിർത്തിയാണെങ്കിൽ അതിനോട് പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ അവനെ പത്തനംതിട്ട വന്ന് സ്റ്റേജിൽ കയറി. അപ്പൊ സാക്ഷി പറയാൻ പറഞ്ഞപ്പോ അപ്പൻ ഈ ആള് വന്നതിനെ കുറിച്ചിട്ട് അന്തം വിട്ടുപോയി, വെപ്രാണമായി പോയി. പിന്നെ പുള്ളി വെപ്രാണം കയറി വെച്ച് പറഞ്ഞു, പുള്ളിയൊരു ഈ KP സാറ് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഇവിടെ ഇത്ര ഉള്ളൊരു മഴ ഉണ്ടോ, ആലപ്പുഴ വെച്ച് ഇത്ര ഉണ്ടായിരുന്നു. വണ്ടി കയറി പത്തനംതിട്ട വന്നപ്പം മഴയുടെ വലിപ്പം. അപ്പൊ നല്ല സാക്ഷിയൊക്കെ പറയാൻ മിടുക്കരാ. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊടുത്ത് 50 മിനിറ്റ് എടുക്കുന്ന നല്ല പപ്പ ചുട്ട പൊടിയാ പറപ്പിച്ച് കളയും. അപ്പൊ അങ്ങനെ സാക്ഷി പറഞ്ഞ ഒരു സഹോദരി എനിക്ക് സാക്ഷി പറഞ്ഞു, എന്റെ അവിടെ പേര് ഞാൻ മറന്നുപോയി. ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്ന സഹോദരിയാണ്. എന്തോ ബഹളമായിരുന്നു. അവിടെ ചാക്കിനകത്ത് കെട്ടിയെന്ന് ചാക്ക് കൂട്ടി കെട്ടി വെച്ച് പാലത്തിനടുത്ത് വെള്ളത്തിൽ അവളിങ്ങനെ ഒഴുകി നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടായിരുന്നോ? എവിടെയും ഉള്ളതാണ് പറഞ്ഞാൽ ചാക്കിനകത്ത് അവളെ കെട്ടി പാലത്തിനടുത്ത് വെള്ളത്തിലിട്ടു. ഒരു തൊഴിച്ചപ്പം ഏതാണ്ടെല്ലാം പുറത്തിയാടിയെന്നൊക്കെ അവിടെ ഭയങ്കര സാക്ഷ്യമൊക്കെയാണ്. പെന്തിക്കോസുകാരല്ലേ ഊളം പെന്തിക്കോസുകാർക്ക് ഇതൊന്നും വിഷയമല്ലെന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ഇവന് പൂതികളൊക്കെ. പിന്നെ അവളാണ് മുഴുവൻ പ്രശ്നവും. അവളെ അവിടെ നിന്നെടുത്ത് വെള്ളത്തിലിട്ടു. അവളിങ്ങനെ രാത്രി ഒഴുകി അങ്ങനെയല്ലോ അവളിങ്ങനെ ഒഴുകി നടന്നു. വെളുക്കാറായപ്പോ ഏതോ ഒരു കടവിൽ ചെന്ന് അടുത്ത് ഒരു അച്ചായം പല്ല് തരാം. അങ്ങനെ കണ്ടില്ലോ, അരിവെക്കരാ. വെളുത്തതെല്ലാം പാതൽ, മിന്നുന്നതെല്ലാം പൊന്നുമല്ല.
എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. കത്തിക്കുത്തുണ്ടാക്കിയവനും കേസ് കിടന്നവനും കോടതി കിടന്നവനും ജയിലിൽ കിടന്നവനൊക്കെ രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം. അങ്ങനെയുള്ളവര് വന്നാൽ അവനെ സഭയിൽ മര്യാദയ്ക്ക് ഇരുത്തണം ഒരു 5 കൊല്ലം. ഇത് അമ്മയെ കുത്തി കീറിയവനുടനെ അവൻ സ്റ്റേജ് ഇങ്ങോട്ട് വന്ന് ബ്രദർ കയറി പറ അച്ഛാ മര്യാദ അവൻ തട്ടിക്കളയെന്ന് സാക്ഷിയൊന്നുമില്ല, മര്യാദ ഇരിക്കുകയല്ലേ മറ്റൊരു കൊടുക്കുന്ന സാക്ഷി. അവൻ അമ്മയെ കുത്തി, അവനാ പറയേണ്ടത് സാക്ഷി. അമ്മയെ കുത്തിയേക്കാതെ വന്നപ്പോ അപ്പനെ കുത്തി, അപ്പനെ കുത്തിയപ്പോ അമ്മയുടെ അനിയത്ത് കുഞ്ഞമ്മയെ കുത്തിത്തറ സാക്ഷ്യം. നമുക്ക് സാക്ഷി അമ്മയെ കുത്താൻ നമുക്ക് കത്തിയും കിട്ടിയില്ല. അമ്മ നമ്മുടെ വലിപ്പത്തിന് വന്ന് നിന്നു, അതുകൊണ്ട് നമുക്ക് സാക്ഷിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അമ്മയെ കുത്തിയവനാണെങ്കിലും അപ്പനെ കുത്തിയവനാണെങ്കിലും മാനസാന്തര പഠനം കൃപ വരണം. അവൻ വന്ന് അവന് തേക്ക് കൊടുക്കണം, അവന് പുറകെ മര്യാദയ്ക്ക് ഇരുത്തണം. അവനെ മര്യാദക്കിരുത്തി ഉപദേശം എന്നതാ, പ്രമാണം എന്നതാ, വ്യവസ്ഥ അവനെ പഠിപ്പിച്ച് ശരിയാക്കി അവന് കൊടുത്താൽ മതി. ആ സാക്ഷി പയ്യെ സാക്ഷി കേട്ടാൽ മതി. പയ്യെ ചിലപ്പോൾ അതൊക്കെ കേട്ടാൽ മതി. ഇവന്റെ നാട്ടിൽ കേട്ടാണ്ട് തുറകമെല്ലാം മുടിഞ്ഞു സ്തംഭിച്ചു, ആത്മാക്കളെല്ലാം ഇനി വരും. ഇവര് നാട്ടിൽ കേട്ടാൽ ഒരുമാതിരി മര്യാദപ്പെട്ടവർ പറയാം, ഓ കുത്തിവെല്ലാം കൂടുതൽ തലവാൻ പറയും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. സാക്ഷ്യം നല്ലതാ, അതിനൊക്കെ ക്രമമുണ്ട്. സ്തോത്രം. അപ്പൊ ഏതായാലും ഈ കൊരിന്ത്യ വിശ്വാസികൾ 5 മിനിറ്റ് കൊടുത്ത 50 മിനിറ്റ് സാക്ഷി പറയും. ക്രിസ്തുവിന്റെ സാക്ഷി നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവരിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. ഒരു കൃപാവരത്തിലും കുറവില്ല. അപ്പൊ നമ്പർ 1 വിശ്വാസികളാ കൊരിന്ത്യയിലെ വിശ്വാസികൾ. ഒരു കൃപാവരത്തിലും സകല വരങ്ങളും ഉണ്ട്. കൊരിന്ത്യയില് പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, വചനമുണ്ട്, എല്ലാം. അപ്പൊ മുന്തിയ വിശ്വാസികൾ, നമ്പർ 1 വിശ്വാസികൾ. പക്ഷേ വേറൊരു വാക്യമുണ്ട്. 1-ാം അധ്യായത്തിൽ ശ്ലാഘനീയമായ നിലയിൽ അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കൃപാവരത്തിൽ കുറവില്ല, നമ്പർ 1 സഭയാണെന്ന്. നല്ലത്. പക്ഷേ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്, ആത്മാവ് ആഴങ്ങൾ അറിയും. പൗലോസെ പുറമേ നോക്കി വിലയിരുത്തി എഴുതി ഒരു കൃപാവരത്തിലും കുറവില്ല, നമ്പർ 1 വിശ്വാസികൾ. എന്നാൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞു ആത്മാവ് ആഴമറിയും. 2:9-10 വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ട് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുള്ളത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും ശ്രദ്ധിച്ചേ. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴമറിയും. നമ്മളെല്ലാം പുറമെ നോക്കി വലിയ മാർക്കറ്റ് അഭിപ്രായം പറയുമ്പോൾ ആത്മാവ് ആഴമറിയും. ആത്മാവ് സകലത്തെയും വിശേഷിച്ച് ദൈവത്തിന്റെ ആഴം വരെ ആരാഞ്ഞറിയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ 1-ാം അധ്യായത്തിൽ ശ്ലാഘനീയമായ നിലയിൽ ഇവരെ അഭിനന്ദിച്ച് ഒരു കൃപാവരത്തിനും കുറവില്ല, നമ്പർ 1 വിശ്വാസികളാണെന്ന് പറഞ്ഞ് അഭിനന്ദിച്ചപ്പോൾ 2-ാം അധ്യായത്തിൽ ഇവരുടെ എല്ലാ ആഴം ആത്മാവ് ഒന്ന് കണ്ടു, ആഴം പറഞ്ഞു. ആഴം പറഞ്ഞ ആത്മാവ് ഇവരെ പറ്റി എന്നാ പറഞ്ഞ 3-1 വായിച്ച്. 3-1. എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മികരോടെന്ന പോലെയല്ല. എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോടെന്നത് പോലെയല്ല, ജഡികന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അവര് ആത്മീയരാണോ? 1-ാം അധ്യായത്തിൽ പറയാം ഒരു കൃപാവരത്തിലും കുറവില്ല. പക്ഷെ അവരുടെ ആഴമെല്ലാം കൂടെ ആത്മാവ് പറഞ്ഞു. പക്ഷെ നിങ്ങളോട് ഈ ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ ചിലരെ പറ്റി പറയുന്നത് അമ്മാമ്മ പാടും പ്രാർത്ഥിക്കും, ആത്മാവിലാകും, കടുക് പുറക്കും പോലും മറുഭാഷ പറയും. പക്ഷേ പുള്ളിക്കാരോട് സംസാരിക്കുന്ന വളരെ ഒക്കെ തന്നെ എവിടെയും പറയും. അച്ചായൻ സഭയുടെ നെടുന്തൂണാണ്, മെയിൻ ആളാണ്, നന്നായിട്ട് പ്രസംഗിക്കും, പാസ്റ്റേക്കാളും നന്നായിട്ട് പ്രസംഗിക്കും, മിടുമിടുക്കനാണ്, പുള്ളിക്ക് കാര്യമൊക്കെ അറിയാം, വചനത്തിൽ തിട്ടമുണ്ട്, പഴയ ആളാണ്, മിടുമിടുക്കനാണ്, എല്ലാത്തിനും ഉത്സാഹിയ. പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്നത് വളരെ അത് തന്നെ എവിടെയും പറഞ്ഞു. നിങ്ങളുടെ ആത്മീയ കൃപാവരമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിനെ അങ്ങനെ പറയാൻ കാരണം എന്തെങ്കിലും കാര്യം കാണുമല്ലോ. ഒരു കാര്യം 3-3 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. നിങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ട്? ഈർഷ്യയും പിണക്കവും ഉണ്ടെന്ന്. ഉണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും. അപ്പൊ ഈ 1-ാം അധ്യായത്തിൽ കൃപാവരത്തിലൊന്നും കുറവില്ലെന്നാണ് പറഞ്ഞത്. 2-ാം അധ്യായത്തിൽ ഇവരുടെ ആഴം പരിശുദ്ധാത്മാവ് കണ്ടുപിടിച്ചു. ആഴ പറഞ്ഞ ആത്മാവ് മോദി പറഞ്ഞു നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഈർഷ്യയും പിണക്കവും പക്ഷം പിടിക്കുന്നു, കക്ഷി ചേരുന്നു. നിങ്ങൾ ഇങ്ങനെ പാലിൽ പിടിക്കുന്നു. ഇവിടെ നിങ്ങൾ സഹോദരന്മാരുടെ പറഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞോളാം.
ഒരുത്തൻ ഫിലിപ്പിന്റെ പാനലും, ഒരുത്തൻ ചൗമേലിന്റെ പാനലും, ഒരുത്തൻ സിസിയുടെ പാനലും, ഒരുത്തൻ പിസിയുടെ പാനലും, ഒരുത്തൻ ജോഡിന്റെ പാനലും, ഒരുത്തൻ എല്ലാവർക്കും മനസ്സിലാകില്ല. മനസ്സിലായവരിതിനകത്തുണ്ട്. അവർ മനസ്സിലായി എവിടെ ഉണ്ടെന്ന് ഇത്രയൊക്കെ മനസ്സിലായാൽ ഇതിനകത്ത് പക്ഷം പിടിക്കുന്നു, കക്ഷി പിടിക്കുന്നു, അവൻ നിറം നോക്കി, നിലവാരം നോക്കി, പണം നോക്കി, പ്രതാപം നോക്കി, കയ്യൂക്ക് നോക്കിയൊക്കെ കാര്യം നോക്കി ഇങ്ങനെയൊക്കെ പക്ഷം പിടിക്കുന്ന ഇത് ദൈവസഭയ്ക്ക് ഭൂഷണമല്ല. സ്തോത്രം. നാം എല്ലാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. സ്തോത്രം. അപ്പൊ ഇതിനകത്ത് കക്ഷി പക്ഷവും പാനലും ഒന്നും പിടിക്കരുത്. ഇത് പിടിച്ച് കുട്ടിച്ചോറാക്കരുത്. അവൻ നാമല്ല യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ. അതുകൊണ്ട് നിങ്ങളോട് ഈ ഈർഷ്യം പിണക്കുമൊക്കെ ഇരിക്കുക. അതുകൊണ്ട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. 5-ാം അധ്യായം ഞാനിപ്പോ പൊതുവി പറയുന്നില്ല. കാരണം കുടുംബസ്ഥരും കുഞ്ഞുങ്ങളും യൗവനക്കാരും എല്ലാം ഉള്ളത് കൊണ്ട് എടുക്കുന്നില്ല. ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് നിങ്ങളുടെ 5-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ട് വളരെ അധപ്പതിച്ചു പോയി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ ഒത്തിരി പെശക് സംഭവിച്ച കൊരിന്ത്യരെ കറക്റ്റ് ചെയ്യാൻ ജീവിത പെശകിനെതിരെ എഴുതിയ ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. ഒടുവിലായിട്ട് എബ്രായ ലേഖനത്തിന്റെ വിശേഷത വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്തുവാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനം പൗലോസ് എഴുതിയത് അല്ലെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, അത് സ്ഥാപിക്കാൻ തുനിയുന്ന പലരുമുണ്ട്. ബർന്നബാസ് ആണെന്നും അപ്പൊല്ലോസ് ആണെന്നും കൊരിന്ത്യയിലുള്ള വേറെ വിശുദ്ധന്മാരാണെന്നും അത് അക്വിലാവും പ്രിസ്കില്ലയും കൂടെ ചേർന്നെഴുതിയെന്നും അങ്ങനെ പല വാദങ്ങളുണ്ട്. ഇത് പൗലോസ് അല്ല എഴുതിയത്, മറ്റ് ഇതര ശിഷ്യന്മാരാണ് ഇത് എഴുതിയതെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, അത് സ്ഥാപിക്കുവാൻ തുനിക്കുന്ന ധാരാളം ആൾക്കാർ വ്യഗ്രത കൊണ്ട് രംഗത്ത് വന്ന്. പക്ഷേ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാക്കിയത് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. കാരണം എബ്രായ ലേഖനത്തിന്റെ പദങ്ങളും പദാനുപദങ്ങളും അധ്യായങ്ങളും അധ്യായത്തിന്റെ ക്രമങ്ങളും ഘടനകളും അധ്യായങ്ങളെ ചേർത്ത് കോർത്ത് ക്രമപ്പെടുത്തി എടുത്തിരിക്കുന്ന പഴയ നിയമത്തിലെ പ്രബലത സൂക്തങ്ങളെ ചേർത്ത് കോർത്തെടുത്തുകയും ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെല്ലാം വളരെ ക്രമമായിട്ട് ഇതിനകത്ത് മാല പോലെ കോർത്ത് ചെലുത്തി ഇതിനകത്ത് ക്രമപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവിന് ഇത് എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയേലിന്റെ പാഠപടത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ വശങ്ങളും അരച്ചു കലക്കി പഠിച്ചു കുടിച്ച് തിട്ടമുള്ള പൗലോസ് തന്നെയാണ് എബ്രായ ലേഖനം എഴുതിയത്. യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ എബ്രായ ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. കർത്താവിന്റെ മഹത്വം. ഈ ലേഖനം പൗലോസ് എഴുതാനുള്ളതിന്റെ ഒരു കാരണം എബ്രായ വിശ്വാസികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹമാകാ ദൈവ കുഞ്ഞുങ്ങളും യഹൂദ മതത്തിൽ നിന്ന് ഈ മാർഗത്തിലേക്ക്, ഈ മതത്തിലേക്ക് വന്നതാണ്. നസ്രായ മതത്തിലേക്ക്. മതമെന്ന് പറയരുതെന്നാ എല്ലാവരും പറയുന്നത്. ഞാൻ മതമെന്നാ ഇപ്പൊ പറയുന്നത്. കാരണം ഇപ്പൊ ഇതൊരു മതമായി തീർന്നിരിക്കുക. നമ്മള് പരസ്യോത്തരക പറയുമ്പോൾ ഇത് മതം മാറ്റമല്ല, മനം മാറ്റമാണ്. അങ്ങനെ മനമൊക്കെ മാറിയാ വന്നെങ്കിലും പക്ഷെ ഇപ്പൊ ഇത് മതമായി തീർന്നിരിക്കുക, സംഘടന മതമായി തീർന്നിരിക്കുക. അപ്പോൾ യഹൂദ മതത്തിൽ നിന്ന് നസ്രായ മതത്തിലേക്ക് വന്നതിൽ സിംഹഭാഗം ആൾക്കാർ എബ്രായ വിശ്വാസികൾ എബ്രായരാണ്. അപ്പൊ എബ്രായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, യഹൂദ ആചാരങ്ങളെല്ലാം ഇട്ടേച്ചാണ് ഇവര് ഈ മാർഗത്തിലേക്ക്, നസ്രായ മാർഗത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നസ്രായ മതത്തിലേക്ക് ഒരു എബ്രായൻ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം എബ്രായ ജാതിയെ പറ്റി പഠിക്കുമ്പോൾ ലോകത്തിലേക്ക് വെച്ച് നമ്പർ 1 ജാതിയായി യഹൂദനെ വെല്ലാനൊക്കത്തില്ല. ഭൂലോകത്തിന്റെ നടുവിൽ ഒരു ചെറിയ പൊട്ട് പോലെ കിടക്കുന്നത്, മുഴുവൻ എതിര് കക്ഷികളാ നടുക്കായിട്ടേക്കുന്നേ. തൊടുകയല്ല, പേടിയാ. സ്തോത്രം, സ്തോത്രം. ഇവിടുന്ന് കല്ലെടുത്ത് അങ്ങോട്ട് അറിയുമ്പോൾ അവൻ കല്ലല്ല എറിയുന്നത്, വേറെ സാധനമാണ്. മനസ്സിലായല്ലോ? നമ്മള് റോഡ് പണി കെട്ട മെറ്റിൽ 5-6 പോയെന്നേ ഉള്ളു. അവന് മെറ്റിലൊന്നും അല്ല. ഇവിടുന്ന് ഒരമക്കമക്കുമ്പോ ഒരു ഏറിയ മൊത്തം അങ്ങ് യഹൂദനെ ജയിക്കാനൊക്കത്തില്ല. പിന്നെ ദൈവം ചിലർക്ക് ഇവരെ തോപ്പിച്ചിട്ടുണ്ട്. അത് ദൈവം അടിച്ചടില്ല, വേറെ ആളുകൾ അടിച്ചാൽ ജയിക്കത്തില്ല. അതല്ലേ മൊർദെഖായിയോട് വീട്ടുകാർ പെമ്പള പറഞ്ഞല്ലോ, അച്ഛൻ ചുമ്മാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് അവനെ യഹൂദനാണെന്ന് അവനെ യഹൂദനാന്നേ ജയിക്കത്തില്ല. അപ്പൊ നല്ല യഹൂദനെ കണ്ടാലറിയാം. യഹൂദന് ക്വാളിറ്റി ഉണ്ട്. സാധാരണക്കാരെ പോലെ അല്ല യഹൂദൻ. ദൈവത്തിന്റെ ജനമാ, ദൈവത്തിന്റെ സ്വന്തം ജനമാ, ദൈവം തെരഞ്ഞെടുത്ത ജനമാ. ഇതുപോലെ ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളതാ, ദൈവത്തിന്റെ ജനമാ. അപ്പോൾ അങ്ങനെയുള്ള യഹൂദനെ കണ്ടാലറിയാം. യഹൂദന് ക്വാളിറ്റി ഉണ്ട്. എന്താ യഹൂദന്റെ വിശേഷത? റോമാലേഖനം 9:3 മുതൽ താഴോട്ട് വായിക്കുക. യഹൂദന്റെ വിശേഷത റോമാലേഖനം 9:3 മുതൽ താഴോട്ട്. ജനപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തരാകുവാൻ ഞാൻ ആഗ്രഹിക്കാം. ശാപഗ്രസ്തരാകുവാൻ ആഗ്രഹിക്കുമായിരുന്നു. അടുത്ത വാക്യം, അവര് ഇസ്രായേലിയർ. യഹൂദന്റെ വിശേഷതയാ. അവര്
ഇസ്രായേലിയർ പുത്രത്വവും പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമുള്ളതാ, വേറെ ആർക്കുമില്ല. പുത്രത്വവും നിയമങ്ങളും വാഗ്ദത്തവും ന്യായപ്രമാണവും ആരാധനയെല്ലാം അവർക്ക് മാത്രം, വേറെ ആർക്കും ദൈവം ഇത് വെച്ചില്ല. അവർക്ക് മാത്രം സ്പെഷ്യൽ കേസാണ്. പിന്നെ പിതാക്കന്മാരും പിതാക്കന്മാരെല്ലാം അവർക്ക്, വേറെ ആർക്കും അല്ല. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം എന്നൊക്കെ അവരാ പറയേണ്ടത്. അത് പറയുമ്പോൾ അവർക്ക് അതിന്റെ അവകാശമില്ല. പിതാക്കന്മാരെല്ലാം, ഞാൻ നാട്ടിലൊക്കെ പറയും, ഉണർവ് കയറി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് കയറി പ്രാർത്ഥിച്ചേക്കരുത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണർവ് കയറി ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ കയറി പ്രാർത്ഥിച്ചാൽ പരിമലേ നാട് വരും, മണർകാട്ടിൽ നിന്ന് തള്ള വരും, അഞ്ഞേക്കരെ നപ്പൻ മടിയും കുത്തി, പിന്നെ ഇടതുവായിന്ന് കീവരിച്ചം വരും, കുതിരപ്പുറത്ത് ഉന്നതമായിട്ട് കീവരിച്ചം വരും, വെള്ളാങ്കണ്ടി തള്ള വരും, മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെല്ലാം വന്ന് ചോദിക്കും, ജോർജൂട്ടി എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. അതുപോലെ ഞങ്ങൾ വിളിച്ചില്ല, പോകുകയല്ലെന്ന് പറയാം. അതിനാ വിളിച്ചല്ലോ, ഇല്ലില്ല, മുമ്പേ പ്രാർത്ഥിക്കുന്നത് കണ്ടല്ലോ, പിതാക്കന്മാരുടെ അങ്ങനെ പറഞ്ഞു. അതാ ഞങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെല്ലാം ഇവിടെ വന്നതാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാം മഞ്ഞേക്കരയിലും പുതുപ്പള്ളിയിലും മണർകാട്ടും, സത്യം പറ, എടുത്തുവായിലെല്ലാം. അതുകൊണ്ട് പാവക്കുട്ടി ആവശ്യമില്ലാത്ത പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്റെ ദൈവമേ, നീ ആ രക്ഷിക്കപ്പെട്ട, നിന്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടതല്ലോ, സ്തോത്രം, വല്യപ്പന് രക്ഷിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ കുടിച്ച് കൂത്താടി നടന്ന രക്ഷിക്കപ്പെട്ടത് നീയാ. നീ ആ രക്ഷയ്ക്ക് ഏറ്റു പറഞ്ഞത്, കർത്താവേ ഹൃദയം കൊണ്ട് നിന്നെ വിശ്വസിക്കുന്നു, വായു കൊണ്ട് ഏറ്റു പറയുന്നു, നീ എന്റെ ഉള്ളത്തിൽ വരണമെന്ന് നമ്മളാ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാക്കന്മാരുടെ ദൈവം എന്ന് കയറി അടിക്കരുത്. അതെല്ലാം വന്ന് ആചോപിച്ചു വെക്കും. പിന്നെ അതിന് വേറെ പ്രാർത്ഥന ഉപവാസം വെക്കണം, സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്റെ ദൈവം എന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. രക്ഷ വ്യക്തിപരമാണ്, കുടുംബമായിട്ടൊന്നുമല്ല. അവൻ പേഴ്സണലായിട്ടാണ് ദൈവമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവം എന്നെ കയറിയൊന്നും അടിച്ചു കളഞ്ഞേക്കരുത്, എന്റെ ദൈവം എന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം, 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 സ്തോത്രം. അല്ലെ കൊച്ചുഞ്ഞോദിച്ച് പാട്ടിക്കോ, എന്റെ ദൈവം മകത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മകത്വത്തിൽ നിയമങ്ങളും കൽപ്പനകളെല്ലാം യഹൂദന് മാത്രം. പിതാക്കന്മാരും പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. അടുത്ത പദം ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചത്. അപ്പൊ ഇതെല്ലാം യഹൂദന് മാത്രം സ്വന്തമായ കാര്യം. അതുകൊണ്ടാണ് ഈ ജാതി ശ്രേഷ്ഠ ജാതിയാണ്. തന്നെയല്ല, ഒരു യഹൂദനെ കണ്ടാൽ അറിയാം, ഏത് ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും യഹൂദനെ അറിയാം. ഇതോ അമ്മനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പൊട്ടലും എന്റെ കുഴപ്പമാണോ? പിന്നെ ഓ അതാ. അപ്പൊ ശ്രദ്ധിച്ചേ, നല്ല ഒരു യഹൂദനെ കണ്ടാൽ അറിയാം, എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും അറിയാം. യഹൂദനാന്ന് പറയുമൊന്നും വേണ്ട, കാണുമ്പോഴേ അറിയാം യഹൂദനെ. നല്ല പോലീസിനെ കള്ളനെ കണ്ടാലും അറിയാം, നല്ല കള്ളനെ പോലീസിനെ കണ്ടാലും അങ്ങനെ. പോക്കറ്റടിക്കാരന് പോലീസിനെ കണ്ടാൽ അറിയാം, പോലീസുകാരന് പോക്കറ്റടിക്കാരനെ കണ്ടാലും
നമുക്ക് നമ്മൾ ആരെയെല്ലാം കാണുന്ന പോലീസ് അതാ കള്ളൻ ഏതാന്ന് ഒന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ പ്രകൃതി അതാ, അതൊക്കെ അറിയാം. പഴയ രോഗിക്ക് ഈ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലൊക്കെ പഴയ രോഗികൾ 10-20 കൊല്ലമായിട്ട് കിടക്കുന്ന രോഗികളുണ്ട്. പുതിയ ഡോക്ടറെക്കാളും നിശ്ചയമായിരുന്നു. അതെ, പുതിയ ഡോക്ടർമാർക്ക് മരുന്നിനെ പറ്റി പഠിച്ചു വരുന്നതേ ഉള്ളൂ. അമ്മ മൊത്തം പഠിച്ചേച്ച് കിടക്കാൻ 20 കൊല്ലമായിട്ട് കുത്താൻ വരുമ്പോഴത്തേക്കും അതേതാണ് അത് രാവിലെ എടുക്കുന്നതല്ലയോ? ഓ, രാവിലത്തെ അല്ലയോ, ഞാൻ മറന്നുപോയി. രാവിലെ, കാരണം അമ്മ 20 കൊല്ലമായിട്ട് ഇത് രാവിലെ എടുത്തോണ്ടിരിക്കുക, അമ്മയ്ക്ക് അറിയാം. അപ്പൊ ഈ പഴയ രോഗിയാ മെച്ചം. മരുന്നിന്റെ പേരൊക്കെ കൃത്യമല്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ യഹൂദനെ കണ്ടാൽ അറിയാം, ഏത് ആൾക്കൂട്ടത്തിൽ കണ്ടാലും യഹൂദനെ അറിയാം. നമ്മുടെ നാട്ടിൽ കുറെ യഹൂദന്മാരാന്ന് കുറെ ആൾക്കാരുണ്ട്. വള്ളത്തെ വന്നതാണാ പറയുന്നത്. യഹൂദന്മാരാണ് അവര്. ചിലതിനെ കണ്ടാൽ വളരെ മാറി നിൽക്കും. യഹൂദനാന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ പിന്നെ ഇങ്ങനെ കറുത്ത് പോയത്? അത് ഞങ്ങൾ പുകക്കുടലിന്റെ സൈഡിലായിരുന്നു. സിറിയയിൽ ഉറഹായി നിന്നോട്ട് പോന്നപ്പം സിറിയയിൽ ഉറഹായി നിന്നോട്ട് പോന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചൈനൊക്കെ പുകക്കുടലിന്റെ സൈഡിൽ ഇരുന്ന് ഇട കിട്ടിയില്ല. പിന്നെ അത് അടിച്ച് പുകയടിച്ച് കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയപ്പം സിറിയയിലെ ഉറഹായി നിന്നോട്ട് പോന്ന എഡേസ, അതിനെ ഞാൻ വിസ്തരിക്കുന്നില്ല. അപ്പൊ അവര് പറയുന്നത് അങ്ങനെ പുകയടിച്ച് കറുത്ത് പോകുന്ന യഹൂദനെ കണ്ടാൽ അറിയാം. നല്ല യഹൂദനെ നല്ല പെന്തിക്കോസുകാരനെ കണ്ടാൽ അറിയാം. ഏത് ആൾക്കൂട്ടം തിന്നാലും അവനെ അറിയാം. അന്നേരം അവന്റെ പ്രകൃതി കാണുമ്പോൾ അറിയാം. ഒരു തെളിവ്, എൻ്റെ ഒരു ഭാവന, പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞപ്പം, കർത്താവ് കഷ്ടാനുഭവത്തെ പറ്റി പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ ആരൊക്കെ തള്ളി പറഞ്ഞാലും പറയരുത്. സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഇന്നും കോഴി പോകുന്ന കാണാന്ന് പറഞ്ഞു. താമസിക്കാതെ കാണാം. സമുദ്രത്തിന്റെ അടിത്തട്ട് കൂടെ ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിൽ മറഞ്ഞിരുന്ന ചാതുർധർമ്മ കണ്ടവനല്ലേ കർത്താവ്. അങ്ങനെ ഇരിക്കുമ്പം അന്ത്യത്താഴം കഴിഞ്ഞ് കിദ്രോന്നോട് കടന്ന് ഒലുമലെ ചെന്ന് പ്രാർത്ഥിക്കുന്നവരുടെങ്കിൽ യൂതകളുടെ ഒത്തിക്കൊടുപ്പിനാൽ ആ തീവട്ടിയും വാളും വടിയുമായി പടയാളികളും സേവകന്മാരും മഹാപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ വന്ന് യേശുവിനെ പിടിച്ചുകെട്ടി, കള്ളനെ കൊള്ളക്കാരനെ പിടിച്ചുകെട്ടും പോലെ പിടിച്ചുകെട്ടി അങ്ങനെ കന്യാസിന്റെ കയ്യപ്പാവിന്റെ അരമനയ്ക്കകത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഒരു കൊള്ളക്കാരനെ കൊണ്ടുപോലെ പിടിച്ചുകെട്ടി കൊണ്ടുപോയപ്പോൾ അകലം വിട്ട് നിൽക്കുക. അന്നേരം പയ്യെ പരുവക്കേടായി. സ്തോത്രം. അപ്പം പരുവക്കേടായി ഇങ്ങനെ പോയി അവസാനം കൊണ്ടുവന്ന് രാത്രി തന്നെ പല ഇടങ്ങളിൽ വിസ്തരിച്ചു. ഹെരോദാവ് വിസ്തരിച്ചു, പീലാത്തോസ് വിസ്തരിച്ചു, കന്നാസും കയ്യപ്പ അമ്മായിപ്പനും അനന്തരൂന മാറി മാറി വിസ്തരിച്ചു. ഒരു കുറ്റവും കണ്ടില്ലെന്നുള്ളതാ പരമാർത്ഥം. അപ്പൊ ഈ പീറ്റർ വെളിയിൽ ഇങ്ങനെ പമ്മിനിക്കാം. വാതൊക്കെ ചെന്നപ്പം, വീടിന്റെ വാതൊക്കെ ചെന്നപ്പോ ചോദിച്ചു, പുള്ളിയുടെ കൂടെ ഒന്ന് അങ്ങനല്ലാതെ ഒരാളെ പോലെ 7 പേര് ഒന്ന്. അപ്പൊ ഇയാൾ ഈ ദൂത് പറഞ്ഞപ്പോഴേ എന്റെ ചിന്ത കോഴി പുറകെ ഉണ്ട്. എപ്പോഴാ ഇവൻ തള്ളി പറയുന്നത്? ഇത് പറഞ്ഞപ്പോഴേ കോഴി പുറകിലുണ്ട്. അപ്പൊ ആദ്യം ഒന്നായപ്പോ കോഴി. അത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ എന്റെ ഭാര്യക്കാർക്ക് പറഞ്ഞു, കണ്ടിട്ട് ചുമ്മാ തെറ്റിദ്ധാരണ, ആവശ്യമില്ലാത്ത വർത്താനൊന്നും. ഞാനിപ്പോ ആളും ബഹളം വന്നപ്പോ എന്നാന്നറിയാമെന്ന്. അപ്പൊ കോഴി ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ടില്ല, പുള്ളി തീ കായാൻ അവിടെ ഇരുന്ന് വെളുക്കാറായപ്പം വിസ്താരം നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇങ്ങനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുക യേശുവിനെ. വിസ്തരിച്ച് വെളുക്കാറായപ്പം പുള്ളിക്ക് തണുപ്പും നന്നായിട്ടുണ്ട്. നല്ല തണുപ്പും. വെളുക്കാറായപ്പോ തണുപ്പ് കൂടിയപ്പോ തീ കായുക. അപ്പൊ പുള്ളി അവിടെ പോയി. അപ്പൊ എന്റെ ഭാവനയാ, അവനൊന്നും വാക്യത്തിൽ എഴുതിയില്ലെങ്കിൽ ചിന്തയാ. അപ്പൊ തീ കാഞ്ഞതിലെ പുള്ളി കൂടി പൊതിച്ചോടൊപ്പം ഇരുന്ന് തീയൊക്കെ കാഞ്ഞിങ്ങനെ. അപ്പൊ ഈ തീ കായുന്നെങ്കിലും കണ്ണവിടെ ഇവിടെ എന്നാ നടക്കുന്നതെന്നറിയാം. അങ്ങനെ തീ കാഞ്ഞോണ്ടെത്തപ്പോ എന്റെ ചിന്തയാ, രാത്രി മുഴുവൻ ഉറക്കളപ്പല്ലേ, ഉറങ്ങി തിന്നപ്പോ തീക്കകത്തോട്ട് ഇവിടെ സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, കറക്റ്റ് നീ അവൻ ഉറക്കം. പുള്ളി ഉറക്കക്കാരനാണല്ലോ. അപ്പൊ ഉറക്കം തോന്നിയപ്പോ തീ അങ്ങാട്ടി സ്തോത്രം എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു, കറക്റ്റ് നീ. അന്നേരം പുള്ളി തള്ളി പറയുക, അന്നല്ല പ്രാഗുകയും കൂടെ ചെയ്തു. അന്നേരം സൂക്ഷം കോഴി പറഞ്ഞേ തള്ളി പറഞ്ഞ പത്രോ ചാത്തി രാവിലെ തമയേ പറഞ്ഞേ തള്ളി പറഞ്ഞ പത്രോ ചാത്തി രാവിലെ തമയേ പെരുത്താ ദുഃഖം നിറഞ്ഞു
ദൈവത്താൽ എന്റേതായി. ഇതിനെ ഉള്ളുകൊള്ളില്ല, വേറെ എന്തിനും ഉള്ളുകാരം. ഇവിടെ പിന്നെ അങ്ങോട്ട് പാട്ട് പാടിയൊന്ന് പ്രാർത്ഥിച്ച് അന്നത്തെ പകലെന്നെ ഉശിരായിരിക്കുമെന്ന് അറിയാം. സ്തോത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യഹൂദനെ കണ്ടാൽ അറിയാം, എവിടെ പോയാലും അറിയാം യഹൂദനെ. അതിന് തെളിവ് നമ്മുടെ കർത്താവ് ഒരിക്കൽ ശബരിക്കകത്തൂടെ പോയി, സുഖാർ എന്ന പട്ടണത്തിൽ കൂടെ. അപ്പോൾ യഹൂദന്മാരതിലെ പോകാറില്ല, യഹൂദന്മാരതിലെ പോകുകയല്ല. അഥവാ ഇനിയും പോയാൽ തന്നെ സ്പീഡിൽ പോകണം, നിൽക്കുകയല്ല എന്നുള്ളതാണ് യഹൂദന്റെ പ്രകൃതി. ശബരിയെ കൂടെ പോകില്ല, സങ്കരവർഗം. അപ്പൊ സാധാരണ നല്ല യഹൂദൻ ശബരിയെ കൂടെ കയറി പോകുകയല്ല. അഥവാ ഗതികേട് കൊണ്ട് പോയാൽ സ്പീഡിൽ അങ്ങ് പോകും. ഇനി അഥവാ സ്പീഡിൽ പോയാൽ തന്റെ കുഞ്ഞുങ്ങളോട് മിണ്ടുകയല്ല. ഇനി അഥവാ മിണ്ടിയാൽ അത്യാവശ്യം ഒരു വാക്ക് വല്ലോ, അതാണ് അവന്റെ പ്രകൃതി. പക്ഷെ കർത്താവ് സൂക്ഷിച്ച് അതിനകത്തൂടെ അകത്തോടെ ചെന്ന് ആ കിണറ്റിങ്ങനെ ചെന്നപ്പോൾ ശിഷ്യന്മാര് ഭക്ഷണം കൊള്ളുവാൻ പട്ടണത്തിലോട്ട് പോയി, ആരും അടുത്തില്ല. അപ്പൊ യേശു ഇങ്ങനെ നിന്നപ്പോ സ്ത്രീ വെള്ളം കോരാമെന്ന് കർത്താവ് അവളോട് ചോദിച്ചു, കുടിക്കാൻ ഇപ്പം എന്തിനാ ഈ ഉച്ച സമയത്തല്ല അവിടെ, അങ്ങനല്ലേ? അങ്ങനെ ഉച്ച സമയം എന്നാ അതിനെപ്പറ്റി ഒരു ചരിത്രം പറഞ്ഞ് ഉച്ചയ്ക്ക് എന്തിനാ അവള് വെള്ളം കോരാമെന്നെ? സാധാരണ യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച്, സാധാരണ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് വെള്ളമൊക്കെ കോരുന്നത് രാവിലെ അല്ലയോ? പറ, ഒന്നൊക്കെ വൈകുന്നേരം ഇല്ലെങ്കിൽ രാവിലെ. പക്ഷെ എവിടെ നേരെ ഉച്ചയ്ക്കാ വന്നെ. അതിനാ പറഞ്ഞോ അമ്മേ? ശരിയാമ്മേ? അതാ അതിന്റെ അർത്ഥം. അമ്മയ്ക്ക് അമ്മ വന്നത് ഗുണമായി, ആരും കാണാതിരിക്കാനെ. ശരിയാ. അതിന്റെ കാരണം ഈ രാവിലെയും വൈകിട്ടുമാണ് കിണറ്റിക്കര വെള്ളം കോരാൻ ആള് വരുന്നത്. ഈ സ്ത്രീ ഉച്ചയ്ക്ക് വരാനുള്ളതിന്റെ ഒരു കാരണം ഇവരുടെ മുൻകാല ചരിത്രം അത്ര നല്ലതല്ല, നല്ല ചരിത്രമേ അല്ല. അപ്പൊ ഇവിടെ ചിന്തിച്ചത് ആരുമില്ലാത്ത സമയത്ത് പോയി വെള്ളം കോരാൻ, ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് എന്നാൽ ആൾക്കാർ അഭിപ്രായം പറയും, അല്ലേ വരുന്നെന്ന് പറയാം. പെണ്ണുങ്ങളെയോ കോള് കൊള്ളിച്ച് ഉള്ള പറയുമോ എന്ന് ഒന്നും ഇല്ലാഞ്ഞിട്ട് പറഞ്ഞൊപ്പിക്കാൻ ഇത്ര സാമർത്ഥ്യവും മൈകൊക്കെ ചെയ്യും. അപ്പൊ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ കക്ഷി വരുന്നെന്ന് പറഞ്ഞു. അവള് വരുന്നുണ്ടല്ലോ, ഇന്നലെ വന്നെന്ന് തോന്നുന്നു. ഇങ്ങനെ അഭിപ്രായം പറയും. അപ്പൊ ഇത് പേടിച്ച് പാവം ആരും ഇല്ലാത്ത സമയത്ത് ഉച്ചയാകുമ്പോ ആരും അപ്പൊ എന്റെ ചിന്ത, ആരും കാണരുതെന്ന് പറഞ്ഞാൽ വല്ല, പക്ഷെ കാണാനൊരുത്തനുണ്ടായിരുന്നു. ആരും അറിയണ്ടെന്ന് ഓർത്തായിരിക്കും നീ ഈ രാജ്യത്ത് വന്ന, പക്ഷെ നിന്നെ ഇവിടെ അറിയുന്നൊരു ദൈവം. ഒരു പക്ഷേ നാട് വിട്ടതായിരിക്കാം, എങ്ങനെയോ ഇതിനെ ഇവിടെ വന്നതായിരിക്കാം. ഇനി എനിക്ക് ജീവിക്കണ്ട, ആരും എന്നെ കാണണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ എല്ലാവരും ഒറ്റപ്പെട്ട വ്യക്തിയാ, കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ചാർച്ചയിൽ നിന്നൊക്കെ ഞാൻ തള്ളപ്പെട്ടവനാ, ഒറ്റപ്പെട്ടവൻ എന്നുള്ള ചിന്താഗതിയോടായിരിക്കാം ഇന്ന് രാത്രി വന്നത്. പക്ഷെ നിരാശപ്പെടരുത്, നിന്നെ കാണുവാനൊരുത്തൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. വാഗ്ദത്തം പോലെ അവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. ആകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റ് പറയുവേ. വാഗ്ദത്തം പോലെ അവൻ ആഗതനായിട്ടുണ്ട്. ആകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റ് പറയുവേ. പാപം പോകിടും, ലോകത്തേക്കിടും, പാപം പോകിടും. ആരും കാണരുതെന്നോർത്താ ഇവിടെ വന്നത്, പക്ഷെ ഇവിടെ കാണാൻ ഒരുവൻ അവിടെ വന്നു.
ഉച്ച സമയത്താ വന്നത്. അപ്പം വന്ന് ഇവിടെ നിപ്പോ കണ്ടപ്പോ കർത്താവ് ഈ സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയെ കുടിക്കാനല്പം വെള്ളം തരാൻ പറഞ്ഞു. വെള്ളമാ കുടിക്കാൻ ചോദിച്ചെങ്കിൽ ഇവിടെ ആ നിപ്പ് കണ്ടേച്ച് പറഞ്ഞു, യഹൂദനായ നീയെ ശമരിയാക്കാരിയായ അവന്റെ നിപ്പും പടുതിയും ഒക്കെ കണ്ടപ്പോഴേ അവക്ക് പിടികിട്ടിയവൻ തനി യഹൂദനാണ്. യഹൂദനെ കണ്ടാലറിയാം. സ്തോത്രം. കണ്ടാലറിയാം യഹൂദനെ. ഉച്ച സമയത്താ ഇവള് വന്നത്. നമ്മള് പണ്ട് സൺഡേ സ്കൂളിലൊക്കെ ഈ പ്രോഗ്രാം നടത്തുമ്പോ പണ്ടൊരു പാട്ട് പാടുമായിരുന്നു. നമ്മള് പണ്ട് പാടിയതാ. ഓർക്കുന്നുണ്ടോ? ഏതാ പഠിക്കാൻ മോനെ കണ്ടു ചെയ്തു. അയ്യോ നീയൊരു ഭൂതൻ, ഞാനിന്നൊരു ജമനായ സ്ത്രീ, ഞാൻ കോരിയ വെള്ളം തൊട്ടാത്തിണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാത്തിണ്ടൽ. അപ്പൊ അത് നട്ടുച്ച നേരത്ത് വന്നു, ഉച്ച സമയത്ത്. അപ്പൊ ഈ ഉച്ച സമയത്ത് വന്നത് ആരും അറിയരുതെന്ന് ഓർത്താ വന്നെങ്കിലും ഇവിടെ കാണാൻ ഒരു വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഈ സന്ധ്യയിൽ നിന്നെ സ്നേഹിക്കുന്നൊരു യേശു. പക്ഷെ മാതാപിതാക്കളാൽ തള്ളപ്പെട്ട വ്യക്തിയായിരിക്കും, സഹോദരങ്ങൾ നിന്നെ വെറുത്തതായിരിക്കാം, നിന്നെ ഇടപെടുന്ന സമൂഹമെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. നിരാശപ്പെടരുത്. സ്നേഹിക്കുന്നൊരു യേശു. സ്വത്രം 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 സ്വത്രം. ആർക്കും വേണ്ടാത്തവരെ ചേർക്കുവാൻ, ആർക്കും വേണ്ടാത്തവരെ അംഗീകരിക്കുവാൻ ആമേ കഴിവുള്ള നസ്രയൻ ഇന്ന് സന്ധ്യയിൽ നമ്മുടെ നാടുകളിൽ. അപ്പൊ ഈ കണ്ടുടനെ അവർക്ക് മനസ്സിലായി ഇവൻ യഹൂദനാണ്. അതാ പറഞ്ഞ യഹൂദനാകുന്ന നീ ശമരിയാകാരിയായ. ഈ പണ്ടൊക്കെ പെന്തിക്കോസുകാരെ കണ്ടാൽ അറിയാം, ഇപ്പൊ കണ്ടാലും കൊണ്ടാലും അറിയില്ല. പണ്ടൊക്കെ രണ്ട് പെന്തിക്കോസുകാർ എവിടെ നിന്ന് ലൂയ എന്നൊക്കെ പറയുവായിരുന്നു. വഴി കൂടെ പോയാലും വണ്ടി കയറിയാലും വഴി നടന്ന ലൂയ. ഇപ്പൊ പിന്നെ അങ്ങനെ ഒന്നും പരിക്കും എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് വന്നതാണ്. റോത്രം പോലും പിന്നെ പാത്രന്മാര് ഞെളിവിരി കൊണ്ട് കരം ഉയർത്തി 3 കാലരി ആ കൂടി പറയണ്ട. ശക്തിയോടെ 2 എണ്ണം. ശക്തി കുറഞ്ഞ ഒരെണ്ണവും ശക്തി ഉള്ളത് ഞാനെടുത്ത പറഞ്ഞൊരു നല്ല കല്ലേരി. അപ്പൊ ഞാൻ ചോദിച്ചു ചീത്ത കല്ലേരിയായി കൂടെ പറഞ്ഞു. ഒരു നല്ല കല്ലേരി തലയ്ക്കോളവാന്നില്ല. എടാ കല്ലേരിയ എല്ലാം നല്ലതാ. നല്ല കല്ലേരിയായും ചീത്ത കല്ലേരിയായും വേദപുസ്തകത്തിൽ ഓരോരോ വൈതരണികൾ. കല്ലേരിയ മുഴുവൻ നല്ല കിട്ടിയോ? തൊക്കത്തിൽ പാടുന്നല്ലേ അല്ലേ? ജയം അല്ലേലൂയാ ജയം. അല്ലലെല്ലാം വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ ജയം. അല്ലലെല്ലാം വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആസത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവിടെ ചെന്ന് ഹല്ലേലൂയ പാടും. അവിടെ സ്തോത്രം പറയാറില്ല, പക്ഷേ അവിടെ ഹല്ലേലൂയ പാടും. അന്ന് നമ്മുടെ മുഴുവൻ ഹല്ലലെല്ലാം തീരും. സ്തോത്രം ആരോട് പറയാൻ? അപ്പോൾ ഹല്ലേലൂയ അത് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം യഹോവയെ സ്തുതിപ്പിനെന്ന. ഹല്ലേലൂയ പറയുമ്പം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞോണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത് വേണം യഹോവയെ സ്തുതിപ്പിന് ആഹ്വാനം കൊടുക്കുക. ഹല്ലേലൂയ യഹോവയെ സ്തുതിപ്പി. അപ്പൊ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. അതെ. അപ്പോൾ യഹൂദനെ കണ്ടാൽ അറിയാം, നല്ല യഹൂദനെ ഇടപെട്ടാലും അറിയാം. അപ്പൊ യഹൂദ ജാതി, എബ്രായ ജാതി, ഈ ജനം ഈ യഹൂദ മതം വിട്ടേച്ച് നസ്രായ മാർഗത്തിന്റെ പുറകെ വരുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. യഹൂദനെ സംബന്ധിച്ച് ജാതികൾ ശ്രേഷ്ഠനാണ്. നല്ല ആഠ്യത്വമുള്ള ജാതിയാണ് യഹൂദൻ. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ ജാതി, ഈ ജനത, ഈ വംശം, ഈ ഗോത്രം ഉത്ഭവിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു മെസൊപ്പൊട്ടേമിയയിൽ നിന്നാണ് ദൈവം വിളിച്ചത്. തേജോമയനായ ദൈവം വിളിച്ചെന്ന പ്രവർത്തകരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ വായിച്ച 7-1-2. ഇത് ഉള്ളത് തന്നെയോ എന്ന് അവൻ പറഞ്ഞ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേട്ടുകൊള്ളു. നമ്മുടെ പിതാവായ അബ്രഹാം പണ്ട് ആരാന് വന്ന് മാർഗത്തിന് മുമ്പ് മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ മെസൊപ്പൊട്ടേമിയയിൽ വെച്ച് 2 നദികൾക്കിടയിലുള്ള സ്ഥലമാണ് മെസൊപ്പൊട്ടേമിയ. ആ സംസ്കാര സമ്പന്നമായ മെസൊപ്പൊട്ടേമിയയിൽ വെച്ച് തേജോമയനായി ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു.
അങ്ങനെ അബ്രഹാമിൽ നിന്നാണ് ഈ ജാതി, ഈ ജനത, ഈ വംശം, ഈ ഗോത്രം ഉത്ഭവിക്കുന്നത്. ഇത് കുറഞ്ഞ ജാതിയല്ല, നല്ല ശ്രേഷ്ഠതയുള്ള ജാതിയാണ്. കാരണം ഈ അബ്രഹാമിനെ വിളിക്കാൻ മറ്റു ജാതി ഒരുത്തനെ വിളിക്കാതെ ഈ അബ്രഹാമിന്റെ ജാതി എന്ന് പറഞ്ഞാൽ കൽദയ ജാതിയാണ്. കൽദയ ജാതിയുടെ ഒരു വിശേഷത മറ്റു ജാതി എന്ന് വിളിക്കാഞ്ഞതിന്റെ കാര്യം പിന്നെ ജാതി പറയരുതെന്ന ഗുരുദേവനും അങ്ങനെ പറഞ്ഞു, ജാതി ചോദിക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞേക്കുന്നത് ജാതി. പക്ഷെ ഇപ്പം കൂടുതലും പെന്തിക്കോസിലായി ഇതൊക്കെ ഇയാളൊക്കെ സൂക്കേട് കാര്യത്തിലുള്ളത് പറയുന്നത് മറ്റേതാണ്. എന്റെ സൂക്കേട് കണ്ടോ? മറ്റേതാണ്. തള്ളെ കണ്ടിട്ട് ഇവനൊക്കെ ആരാധിച്ചു പോയാ പോലും സൂക്കേടാൻ പോകും. കൂടുതൽ ആത്മാവിലാകുന്നതിനായി സൂക്കേട് കൂടുതൽ കേട്ടോ. മര്യാദയ്ക്ക് ഇരിക്കുന്ന പിള്ളേരുണ്ട്, അവർക്ക് വലിയ ആത്മാവിൽ എപ്പോഴും ഇങ്ങനെ പറക്കത്തൊന്നുമില്ല. പക്ഷെ മര്യാദ ഉള്ളവന്മാർ കൂടുതൽ പറക്കുന്നവന് ഓർത്തണം അവനായി പാരം മുഴുവൻ വെക്കണം. അപ്പോൾ ഈ ജാതി ചോദിക്കരുതെന്ന സ്തോത്രം. പണ്ട് ഒരു ആളോട് ചോദിച്ചു, ഞാൻ ഈ ജാതിയാന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, കണ്ടിട്ട് എന്തോ തോന്നുന്നു. കണ്ടിട്ടൊന്നും പിടികിട്ടത്തില്ല. എന്നാ കേട്ടാലും പിടികിട്ടുകയായിരുന്നു. കണ്ടിട്ട് മനസ്സിലാകാത്തതാനാന്നോ? സൂക്കേടുകാരൻ. സ്തോത്രം. ഭൂതലത്തിലൊന്നും ഒരൊറ്റ ജാതിയുള്ളൂ. ഭൂതലത്തിലൊന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ വേദപുസ്തക പ്രമാണമാണ്. പിന്നെ ദൈവത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും തമ്മിൽ വ്യതിയാനമുണ്ടായി, പിരിച്ചിട്ടുണ്ടായി. അങ്ങനെ വന്നിട്ട് ജാതികളായി പോയതാണ്. അപ്പോൾ അബ്രഹാമിന്റെ ജാതി കൽദയ ജാതിയാണ്. കൽദയ ജാതിയെ പറ്റി പറഞ്ഞ നല്ല ഉഗ്രതയും വേഗതയുമുള്ള ജാതിയാണ്. കൽദയ ജാതിന്ന് ഒരുവനെ ദൈവം വിളിക്കാൻ കാര്യം ഈ ജാതി നല്ല വേഗതയും ഉഗ്രതയുള്ള ജാതിയാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 1:7 വായിച്ച കൽദയ ജാതിയുടെ വിശേഷത. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ, അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ. അവരുടെ കുതിരകൾ പുള്ളിപ്പുലി. അടുത്ത വാക്യം. പിന്നെ ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയ ജാതിയുടെ വിശേഷത ഉഗ്രതയും വേഗതയും. അവൻ മറ്റ് ജാതിയെന്ന് ഒരുത്തരെ വിളിക്കാതെ കൽദയ ജാതി എന്ന് കർത്താവ് ഒരുത്തരെ വിളിക്കാൻ കാര്യം ഈ ജാതിയുടെ ഒരു വിശേഷത ഉഗ്രതയും. പിന്നെ ജാതി പറയരുത്, ജാതി ചോദിക്കരുത് എന്നൊക്കെ ആണെങ്കിലും ചില വിഷയങ്ങളിൽ ഞാനൊരു കാര്യം പറയാം. ഈ ചില ജാതിയുടെ വൈശിഷ്ട്യമുണ്ട്, ഇല്ലേ? എല്ലാവർക്കും അല്ലെങ്കിൽ ഉദാഹരണം നാട്ടിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ബ്രാഹ്മണരായ സഹോദരന്മാരുണ്ട്, പൂണൂലിട്ടവർ. ഒരൊറ്റയൊരെണ്ണം റോഡിൽ കിടന്ന് തെറി പറയുന്നതോ കത്തിയെടുത്ത് കുത്താനിട്ട് ഓടിക്കുന്നതോ കണ്ണുപൊട്ടുന്ന തെറി പറയുന്നത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പൂണൂലിട്ട ബ്രാഹ്മണൻ ഉണ്ട്. പട്ടന്മാർ, ആലപ്പുഴയൊക്കെ പട്ടന്മാരുണ്ട്, പൊങ്ങി പട്ടന്മാരുണ്ട്, നല്ല പട്ടന്മാരുണ്ട്. മങ്കമ്പി സ്വാമിയൊക്കെ പട്ടര. അവരാരും തെറി പറയുന്നതായിട്ടോ വഴി കിടന്ന് അനാവശ്യം പറയുന്നതായിട്ടോ തമ്മിൽ തന്നെ ഉണ്ടാക്കുന്നത് ഇന്ന് വരെ കണ്ടിട്ടില്ല. അവരെന്ന് കിട്ടത്തും ഇല്ല. പിന്നെ ഈ തമ്മിത്തല്ലും ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത് 1-2 ഗ്രൂപ്പുകാരെ. ഇപ്പൊ ഞാനിപ്പോ പൊതുവെ പറയാനില്ല. കാരണം ബ്രാഹ്മണരാരും ഇതിന് ചെയ്യാത്തത് കഴിക്കുന്നത് അങ്ങനത്തെ സാധനമാണ്. ചീരയില, മുരിങ്ങിയില, ഓമയ്ക്ക, പാവയ്ക്ക, വഴുതനങ്ങ, പടവലങ്ങ, ഇതെല്ലാം വെയിലടിക്കുമ്പോൾ പാടുന്നതാണ്. കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും അതൊക്കെ റോഡിൽ കൂടെ പോയാലും പൂജാരി പൂന്നിലിട്ട പുള്ളി തട്ടുപൊക്കെ കൊടുത്ത റോഡിന്റെ സൈഡിൽ കൂടെ അവരുടെ പ്രകൃതിയാണ് കഴിക്കുന്ന മുഴുവനാണ്. അടിയുണ്ടാക്കുന്ന മുഴുവൻ ക്രിസ്ത്യാനി മുസ്ലിങ്ങൾ. കാരണം കഴിക്കുന്ന മുഴുവൻ മൂലിക്കാളെ ഏട്ടക്കൂലിയാണ്. മൂലിയെ തട്ടിയെ ചെല്ലി നിൽക്കുന്നത്. അതിനായിരിക്കും നമ്മൾ ഒറ്റയടി അടിക്കുന്ന വലിച്ചു കയറി അകത്തോട് അടിച്ചു അകത്തോട്ട് നിന്ന് 5 മിനിറ്റ് മുമ്പ് നേരെ മുരി 10 മിനിറ്റ് കഴിഞ്ഞപ്പം അഴുത്തായി. ഇനി അഥവാ മൂലിയെ കഴിച്ചാൽ രക്തം കളഞ്ഞു വേണം കഴിക്കാൻ. രക്തത്തോടു കൂടി മാംസം ഭക്ഷിക്കരുത്, ജീവൻ രക്തത്തിലാണ്. ഈ മാധ്യമത്തിലൊക്കെ മൂലിയിറച്ചി തട്ടുന്നൊന്നും ചെറുക്കി കഴിക്കുന്നില്ലെന്ന് ഉമ്മ അങ്ങോട്ട് നുറുക്കിട്ട് ടാപ്പ് തുറന്നിട്ട് ബാബാന്ന് വെച്ചിട്ട് നമുക്ക് മറില്ല. ഇത് നല്ലതുപോലെ ഞെരടിക്കഴിഞ്ഞ് ഒരു 18-19 ആവർത്തി കഴിയെങ്കിലേ വെള്ളം തെളിയൂ. കണക്കതാ, വെള്ളം തെളിയണം. അത് മീൻ്റെ ആണെങ്കിലും ഇറച്ചിയുടെ ആണെങ്കിലും വെള്ളം. ഞങ്ങളുടെ അമ്മ പറയണം, ഒടുവിൽ കഴുകുന്ന വെള്ളം കൊണ്ട് മുഖം കഴുകണം.
കണക്കാതാ. ആർക്കാ നേരെ ഇരിക്കുന്നത്? ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി വണ്ടി വരാറായി കൊച്ചിനെ പറഞ്ഞുകൊണ്ട് എന്നെ വെള്ളം തെളിയാൻ പോവുക. അതിലേക്കടെ പിന്നെ കാര്യം തെളിച്ചോണം. അതുകൊണ്ടിട്ട് ഇങ്ങനെ വാന്ന് വെച്ച് മൂന്നമക്ക് വെച്ച് അതിലോട്ട് തന്നെ കുക്കറിലോട്ട് ഇട്ടില്ല മറ്റേ പൊടിയുണ്ടല്ലോ എന്തിനു പറഞ്ഞേ, അതെല്ലാം കൂടെ കൊണ്ടിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി വെച്ച് അടച്ചു വെച്ച് വെടിവെക്കുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇതിന്റെ രക്തം പോകുന്നില്ല. രക്തം മാംസത്തിലുണ്ട്. ഈ രക്തം ജീവനാ, പ്രാണന. അതിനകത്ത് പറ്റിപ്പിടിക്കും. അത് കറപിച്ച് കഴിയുമ്പം ഈ രക്തം നമ്മുടെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഊര് അകത്ത് വീഴും. കാരണം നിനക്ക് യാതൊരു മയവും ഇല്ലാതെ നടക്കുന്നത്. പറഞ്ഞ ഉടനെ വടിവാൾ എടുക്കേണ്ടിയില്ലേ? ഞാൻ അതിന്റെ ശാസ്ത്രീയ വശവും കൂടെ ചേർത്തായി പറഞ്ഞത്. അപ്പൊ അകത്തോട്ട് ചെല്ലുന്ന അനുസരിച്ച് പുറത്തോട്ട് പ്രകൃതി വരും. അപ്പൊ കൽദയ ജാതിയുടെ മറ്റ് ജാതി ഒരുത്തനെ തെരഞ്ഞെടുക്കാതെ കൽദയ ജാതിയുടെ ദൈവം അബ്രഹാമിനെ വിളിക്കാൻ കാര്യം ഈ ജാതി ഉഗ്രതയും വേഗതയുമുള്ള ജാതി എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ മനസ്സിലായി ഈ ജാതിയിൽ നിന്നൊരുത്തനെ വിളിച്ചാൽ ഇവൻ ആത്മീയത്തിലും വേഗത ഉഗ്രതയും കാണും. നേരത്തെ നിന്നിടത്ത് ചൂടും ചുണയുണ്ടെങ്കിലേ കൃപയെ വന്നാലും കാണിക്കും. അങ്ങനുണ്ട്. പള്ളിയിൽ പോയ കാലത്ത് പള്ളി സമുദായത്തിലാണ് പള്ളി പോകുകയില്ല. 1-2 പ്രാവശ്യം കണ്ട് പള്ളി പോയിട്ടുണ്ട്. ഇനി ഒടുവിൽ നിന്ന് പോകാനിരിക്കുക. അതെപ്പോഴാണ് ഈ പന്നിയുടെ സ്വഭാവം. പന്നി ഇന്ന് വരെ മേലോട്ട് നോക്കുക. എപ്പോഴും ഇങ്ങനെ ജനിച്ചപ്പം മുതൽ ഇങ്ങനെ പന്നി അങ്ങനെ. പിന്നെ മേളിലോട്ട് നോക്കും. എന്നാ കണ്ടിക്കാനായിട്ട് പിടിക്കും. കണ്ടിക്കാൻ പിടിക്കും. കാലിൻ്റെ എല്ലാം കൂട്ടിക്കെട്ടി കമ്പ് കനമുള്ളത് കൊണ്ട് കമ്പ് വെച്ച് തോളെ വെച്ച് ഇങ്ങനെ കൊമ്പല്ല എന്ത് മനോഹരമാണ്. നക്ഷത്ര ജാലങ്ങൾ തിളങ്ങുന്ന ഇങ്ങനെയും ചന്ദ്രനുണ്ടായി. അന്നാണ് പുള്ളി കാണുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ അറക്കും. ആയുസുള്ള കാലത്തും ആരോഗ്യമുള്ളപ്പോഴൊന്നും ദൈവത്തെ വിളിക്കുക. കൈ വില ഉള്ളപ്പോൾ കൈ ഇടിക്കുകയല്ല. കണ്ണിന് കാഴ്ചയുള്ളപ്പം വേദവൃത്തം വായിക്കുകയല്ല. നടന്നു വരാനാണ്ട് വെള്ളപ്പോൾ യോധനം ചെയ്താൽ വരികയല്ല. കാശ് കയ്യിലുണ്ട് സ്തോത്രം കാഴ്ച ചെയ്യുകയല്ല. ശബ്ദമുള്ളപ്പോൾ ഒരു സ്തോത്രം പറയുകയല്ല. അവസാനം അങ്ങേയറ്റം വെട്ടി പിടിക്കാവുന്ന രോഗം മുഴുവൻ പിടിച്ച് മഹാരോഗം പിടിച്ച് അവസാനം മെഡിക്കൽ കോളേജിന്റെ 7ാം നില കിടക്കുമ്പോഴാണ് എത്ര മനോഹരം. മനസ്സിലായോ? അവസരമൊന്നും നഷ്ടപ്പെടുത്തി കളയും. രക്തം കർത്താവിന് കൊടുക്കും. ൂശിലുള്ളപ്പം ദൈവത്തെ ആരാധനത്തുള്ളപ്പം കർത്താവിന് സേവിക്കും. രക്തത്തിന് തിളപ്പുള്ളപ്പം വേണം സുവിശേഷം അറിയാം. തലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നതു നിനക്കുള്ളതല്ല. തലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നത് നിനക്കുള്ളതല്ല. Oh
ലഭിക്കുന്ന സമയത്ത് തക്കത്തിൽ ഉപയോഗിച്ചോണം. Praise the Lord. അപ്പൊ ഈ കൽദയ ജാതിയിൽ നിന്ന് ഇവനെ വിളിച്ച് വേർതിരിച്ചാൽ ഇവൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയാണ്. ആ ജാതിയുടെ ഗുണം വരും. സ്തോത്രം. ജാതിയുടെ ഗുണം വരും. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് അബ്രഹാമിനെ ജാതി എന്ന് വിളിച്ചത്. ഈ നേരത്തെ നിന്നെടുത്ത് ചൂടും ചുണയുണ്ടെങ്കിൽ പെന്തിക്കോസ് വന്നാലും ഇനി നിങ്ങൾ പണം കരുത്. രാഷ്ട്രീയം ഒന്നും പറയല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നവരെ കണ്ടാൽ അറിയാം, അവനടിച്ച് മിന്നും. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ മാനസാന്തരപ്പെട്ട് വരുന്നവരെ ഒന്ന് ആത്മീയത്തിൽ കണ്ട എന്നെ ഊശിരാ മതി. കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ ഇത്ര ഊശിരി പാർട്ടി പറയല്ല, ഊശിരി പോരാ. കാരണം ഈ വെള്ളം ഇട്ട് ഇങ്ങനെ ഉടയാ നടക്കുന്ന പരിപാടി അടിയുന്ന പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി, അന്നേരം കട്ടിൽ നടിക്കും. ഇപ്പം ആരാണ്ടൊക്കെ തല്ലി മേടിക്കുന്നുണ്ട്. ഇപ്പം എങ്ങണ്ട ആരാണ്ടൊക്കെ ഉരുണ്ട് വീടുവോ തല്ലി മേടിക്കുമോ ഒക്കെ. അത് ഇത് മറ്റേ സ്ഥാനാർത്ഥിയാക്കണം. അതിന് തല്ലി മേടിച്ചാല് അതിന് തല്ലി മേടിക്കുന്ന എന്നാലും അവന് വെപ്രാളമാണ്. മറ്റേ പാർട്ടിക്കാരൻ വേണ്ടത് അടിയൊന്നും വിഷയമേ അല്ല. അടിയൊന്നും ഇവിടെ പൊടി നാട്ടിൽ തന്നെ അവൻ അന്നേരം ഒരു 3 ചുമലപ്പൊടി അവിടെ നാട്ടും. അങ്ങനെ നമ്മളൊന്നും നല്ല ഊശരല്ലേ. അടിയുടെ മുൻപിൽ വെടിയുടെ മുൻപിൽ പതറുകയില്ലീ മാർഗമോ. അടിയുടെ മുൻപിൽ വെടിയുടെ മുൻപിൽ പതറുകയില്ലീ മാർഗമോ. അടിച്ചമർത്താൻ നോക്കുമ്പോഴും അടിക്കടി ഉയരുമി സുവിശേഷം. യുവാക്കളെ യുവതികളെ അത്ര കേട്ടാൻ പറ്റും. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് വരുന്നത് നല്ല മുഷിലാണ്. ഇവിടെ യോഗം വെക്കണമെന്ന് പറഞ്ഞാൽ അവനൊരു 3 യോഗ ഏരിയ നടത്തി. ഇവിടെ പരസ്യയോഗം നടത്താൻ പറഞ്ഞാൽ അവൻ പരസ്യയോഗം രഹസ്യയോഗം കൂടെ വെച്ചു. കാരണം അവനിത് കണ്ട് നല്ല അടിയും കളിയും പഠിച്ചേച്ച ഇങ്ങോട്ട് ഇന്നലെ ഓലപ്പാൻ വിട്ട് വല്ലതും പേടിപ്പിച്ചാൽ ഒന്നും വേഗില്ല. പാടിക്കുന്നം നേരെ വന്നപ്പോൾ നെഞ്ചി വിരിച്ചു വന്ന പാർട്ടിയാണ്. അവർക്ക് പിന്നെ തൂരിയായിട്ട് വരുന്നവനെ വല്ലതും വിശേഷമുണ്ട് അവിടെ എന്ന് പറയും. അപ്പൊ നേരത്തെ നിന്നെടുത്ത് നല്ല ചൂടുണ്ടെങ്കിൽ പറ, വേറെ പുസ്തകം തെളിയിക്കാം. ഈ ഏലിയാവിനോട് പറഞ്ഞ് ഇപ്പൊ എടുക്കുകയില്ല, കുറച്ച് കഴിഞ്ഞ് അക്കരെ കയറുമ്പോൾ എടുക്കുന്നതിന് മുന്നേ 1-2 കാര്യം നടത്തണം. അങ്ങനെ അങ്ങോട്ട് ഏരിയ പോയപ്പോൾ ഈ വയലിന്റെ സൈഡിൽ കൂടെ പോയപ്പോൾ എലീഷ ഇങ്ങനെ ഉഴുന്നു. 12 കാളയെ വെച്ചാ ഉഴുന്നത്. 12 അപ്പോൾ 12 കാളയെ വെച്ച് ഇങ്ങനെ ഒഴുകും. ഒഴുതപ്പോ ഏലിയാവ് ഇങ്ങനെ നോക്കിയപ്പോൾ അവൻ 12 കാള വെച്ച് നല്ല മിട്ടുമിട്ടുക്കനായിട്ട് നോക്കും. 12ാമത്തെ കാളയുടെ പുറകെ അവനും ഉണ്ട്. അടിച്ച് കണ്ടമടിച്ച് നിരപ്പാ കട്ടയെല്ലാം കൂടെ അടിച്ച് നിരപ്പി ഇങ്ങനെ കലപ്പിൽ ഒക്കെ വെച്ച് അടിച്ച് കയറുക. അപ്പൊ മനസ്സിലായി ഇവൻ കൃപയ വന്നാൽ ഇവൻ അടിച്ച് നിരത്തുമെന്ന് മനസ്സിലായി. ഓത്രം ഇത് ആളെ വിട്ടയച്ച് പമ്മിയിരിക്കുക കാര്യം കൊടുക്കുകയായിരുന്നു. ഓത്രം 12 കാളയുടെ പുറകെ അവൻ ഇങ്ങനെ കലപ്പയും പിടിച്ചതിന്റെ പുറകെ അടിച്ച് മിണ്ടിയപ്പം മനസ്സിലായി ഇവൻ കൃപയ വന്നാൽ അടിച്ച് നിരപ്പാക്കും. അങ്ങനെ അങ്ങോട്ട് നിന്ന് അടുത്തോട്ട് ചെന്നപ്പോ പദപ്പെടുത്തിട്ട് ഏറ് കൊടുത്തു. സൂക്ഷം പദപ്പ് അവന്റെ പുറത്ത്. നമ്മൾ അറിയുന്നതെല്ലാം തെറ്റിപ്പോവുക. വർഷങ്ങളായിട്ട് പദപ്പറിയ ഇന്ന് വരെ ആരുടെ പുറത്ത് വീണിട്ടില്ല. പദപ്പ് പോയെന്നല്ലാതെ ചിലപ്പോൾ ഞാൻ ദീർഘവർഷങ്ങളായിട്ട്. അപ്പോൾ പുള്ളി പദപ്പെടുത്തി സൂചകരീശാടം മണ്ടയില് പദപ്പ് വീണപ്പോളെ ഉഴവ് നിർത്തി. നമ്മൾ അവിടെ പദപ്പ് കക്ഷത്ത് വെച്ചുകൊണ്ട് പിന്നെ പദപ്പ് വീണുടനെ പുള്ളി ഉഴവങ്ങ് നിർത്തിയേച്ച് നോക്കിയപ്പം എലിയ അടിച്ചന്നരം കരയ്ക്ക് മാനസാന്തരം ശരി കേറി ഉടനെ കാളെ കണ്ടിച്ചു. അതാ കേറി ഉടനെ കാളെ എന്ന് പറഞ്ഞ ഇനി ഈ പണിക്കില്ല. നമ്മളാണെ പറയാൻ കാളെ കുഞ്ഞുഞ്ഞ ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ കുമ്മനാട്ടോട്ട് പോവാ, അഥവാ സഭ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു ചെറുപ്പേനെ കാളെ അന്നേരം കാളെ കണ്ടിച്ചു. കാളെ കണ്ടിക്കാൻ മാത്രം കലപ്പ വെട്ട് തീക്ക് വെക്കരുത്. കലപ്പ വെട്ട് തീക്കുള്ളിയാക്കി കാളെ കണ്ടിച്ച് അന്നേരം പിന്നെ ഒരു ന്യായമായ ഒരു കാര്യം പിന്നെ വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും ഒന്ന് ന്യായമായത് നമ്മൾ പുതപ്പ് വീണാൽ കണ്ടത്തിൽ നിന്ന് പുതപ്പ് വെച്ചോണ്ട് പ്രാർത്ഥിക്കും. പ്രവാചകന്മാരെയായിരുന്നു എന്ന് വിളിച്ച് കണ്ടത്തിന് കയറണോ അതോ പുതപ്പ് കൊടുക്കണോ എന്നൊന്ന് പ്രാർത്ഥിച്ചൊന്ന് പിന്നെ പ്രവാചകന്മാർ പറഞ്ഞു ചേനി അടുത്ത കാലത്തും കയറുന്നതായിട്ടൊരു പിന്നെ 2013
19 കയറുന്നതായിട്ട്. എന്നാലും അവന് വലിയ കയറ്റമൊന്നും തമിഴ് മെനക്കെടുത്തരുത്. ഓത്തരം ഉറപ്പ് വീണ അന്നേരം കയറിക്കോണം കരയ്ക്കോണം. ഭർത്താവിന്റെ പേർക്ക് വിളി ഉണ്ടെങ്കിൽ അന്നേരം ജോലി റിസൈൻ ചെയ്തോണം. പേർക്ക് വിളി ഉണ്ടെങ്കിൽ. വലിയ പ്രവാചകന്മാരും പറഞ്ഞു കേട്ട് ജോലി വിട്ടാൽ പെമ്പളം തന്നെ കടത്തിക്കൊടുക്കുകയാണ്. കാരണം അവളെ വിളിച്ചിട്ടേ ഇല്ല. നീ വിളിച്ചെങ്ങാണ്ട അവള് മനസ്സിലാക്കിയത് ഈ ഒന്നും ഒരു കളഞ്ഞ നാട്ടോട്ട് നിന്ന് അവളെടുത്ത് ഇന്ധനടിക്കും. ഇപ്പൊ തന്നെ ആവശ്യത്തിന് ഇന്ധനടി കിട്ടുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ അടിക്ക് പോകേണ്ട കാര്യമൊന്നും ഒറ്റൊന്നും പിടിച്ചു വെച്ചേക്കരുത്. ദൈവം പറഞ്ഞാൽ വിട്ടോണം. ദൈവം നിന്നോട് പറഞ്ഞാൽ ജോലി വിട്ടോണം. ഉറപ്പ് വീണുടനെ പണി നിർത്തിച്ച് കരയ്ക്ക് കയറി കാലെ പിടിച്ച് കട്ടം കട്ടം നിർത്തി കലപ്പിയെടുത്ത് തീ കത്തിച്ച് ക്രമപ്പെടുത്തിയച്ച് അവന്റെ പണ്ടെങ്കിൽ ചോദിച്ചോട്ടിരിക്കുന്നത് അച്ഛനോടൊന്ന് പറഞ്ഞേച്ച് അതിനായമല്ലേ പറഞ്ഞേച്ച് വരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞേച്ച് വന്നെന്നുള്ളതാണ് വിശേഷം. നമ്മൾ പറഞ്ഞാൽ പിന്നെ ആ വഴി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. പിന്നെ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം ജോർജോട്ട് പരിധിക്ക് പുറത്ത് പുള്ളി വീട്ടിൽ ചെന്ന് പറഞ്ഞേച്ച് തിരിച്ചിഞ്ഞ് അങ്ങനെ ഏരിയാവിന്റെ പുറകെ അങ്ങനെ ഏരിയാവും എലീശ പുറകിൽ ഇങ്ങനെ ഏരിയാവും എലീശ ഇങ്ങനെ പോവാ. അങ്ങനെ വന്ന് ബദേലിലോട്ട് വന്നു. ബദേലി വന്നപ്പോ ഇവിടെ വലിയ പ്രവചനക്കാരുടെ കോട്ടയാണ്. അങ്ങനെ അങ്ങോട്ട് കയറിയപ്പോ ഏരിയാവ് എലീശയോട് പറഞ്ഞു തിരിച്ചു പോകാൻ പറഞ്ഞു. ഉണ്ടപ്പോ നിന്നാണ് ജീവനാണ് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ എരികോവിലോട്ട് കയറി. എരികോക്ക് ഇപ്പൊ അവിടെ കുറെ ഈ പിള്ളേർ സെറ്റ് ഉണ്ട്. ഒക്കരുതാത്ത കുറെ മുട്ടത്തലയാന്നൊക്കെ വിളിച്ച് പിന്നെ കളിയാക്കി. അപ്പോൾ എരികോവി വന്നപ്പോൾ ഏരിയാവ് എലീശയോട് പറഞ്ഞു ആമൻ തിരിച്ചു പൊക്കോ. എരികോവിൽ കൂടെ കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകന്മാരുമുള്ള ടൗണാ, പ്രശ്നമാ. വേലയിലിറങ്ങിയ കഷ്ടതയുണ്ട്, പട്ടിണി കിടക്കണം, ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പം ചാർജ് ചെയ്യാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ കാശ് കിട്ടിയെന്ന് വരിക 10 രൂപയ്ക്ക് ബുദ്ധിമുട്ടും. പ്രശ്നമാ. പൊക്കോ നിന്നാണ് ജീവനാണ്. പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് കഴിഞ്ഞപ്പോ ഗിൽഗാലി വന്നു പറഞ്ഞു ഗിൽഗാലൊക്കെയാ, പക്ഷേ കല്ല് നാട്ടിയ സ്ഥലമാ ഗിൽഗാല. പിതാക്കന്മാർ വന്ന് ആരാധിച്ച സ്ഥലമാ. പക്ഷെ പ്രശ്നമാ അവൻ വലിയ ഇനി യോർദാൻ കിടക്കേണ്ടതാ. പ്രശ്നമാ മരണ യോർദാനാണ്, കലങ്ങി മറയുന്ന യോർദാനാ. തിരിച്ചു പൊക്കോ. ഗിൽഗാല കിടന്ന യോർദാനാണ്. യോർദാൻ കടന്നെങ്കിൽ അക്കരെ കയറാൻ പറ്റുള്ളൂ. പക്ഷെ തിരിച്ചു പൊക്കോ. പാവം പറഞ്ഞു മരണമാന്നേലും കൊള്ളാം ജീവനാന്നേലും കൊള്ളാം എന്താന്നേലും കൊള്ളാം നിന്നാണ് ജീവനാണ്. പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇവനോ മാരേണമോ ഏതായാലും ജീവനോ മാരേണമോ ഏതായാലും സാരമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ജീവനാണെങ്കിലും കൊള്ളാം മരണമാണെങ്കിലും കൊള്ളാം നിന്നെ വിട്ട് പോകുന്ന പ്രശ്നമില്ലെന്ന്. അങ്ങനെ തീരുമാനം നല്ല തീരുമാനമാണ്. കാരണം ഇവനെ ഉശിരുള്ളവന്. അതല്ലേ 12 കാറെ വെച്ചടി ചൂടുന്ന നല്ല മിടുക്കനല്ലേ. ഏരിയാവിന് മനസ്സിലായി കൃപയ വന്നാലും വന്നിക്കും പുറകോട്ട് പോകത്തില്ല. അതുകൊണ്ടാ പുതപ്പെടുത്തൽ. ഒന്നും പുതപ്പറിയരുത്. ഇവിടെ പഠിക്കാത്തവനെല്ലാം പുറപ്പെടുത്ത അവതാരം നീ തടപ്പത്തിരിക്കുകയും ചെയ്യും. അവൻ ഈ പുറപ്പോട്ട് ഗുണം വരികയും. ഹൈസ്കൂളിൽ പോകുന്നവര് വിളിയുള്ളവരെ പോലെ കഞ്ഞി കുടിച്ച് 3 വർഷത്തെ കഞ്ഞിയുടെ കാര്യങ്ങളും കൊടുത്തേച്ചാൽ പോരാ. സ്തോത്രം. താന്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ പിന്നെ പുറകോട്ടൊന്നും കൈവെക്കരുത്. അത് തന്നെയാണ് നമ്മുടെ ആശ. സ്തോത്രം. അവൻ പറഞ്ഞു മരണ യോർദാനൊന്നും എനിക്ക് വിഷയമല്ലെന്ന് പറഞ്ഞു. കൂടെ അങ്ങനെ നിൽക്കുക. കൂടെ അങ്ങോട്ട് വന്നപ്പം ഏലിയാവിനെ മനസ്സിലായി ഇവൻ കൃപയിൽ ശോഭിക്കും, ശുശ്രൂഷയിൽ ശോഭിക്കും, ഇവൻ മിടുക്കനാണ്. ആ യോർദാന്റെ അടുക്ക വന്നപ്പോൾ എടുത്ത് ഒറ്റയടിയ പുറപ്പെടും. ഒറ്റയടി യോർദാൻ അന്നേരം മകിഞ്ഞുമാണ്. സ്തോത്രം. ചൂടാക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അകരെ കയറി ഇങ്ങനെ പിടിക്ക നിൽക്കുക. എലീശ പിടിക്ക നിൽക്കുക. അങ്ങനെ നിന്നപ്പോഴാണ്ട് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അഗ്നിമയ രഥങ്ങളും അശ്വങ്ങളും എല്ലാം കൂടി ഇങ്ങനെ ചുഴലിക്കാറ്റോടുകൂടെ മേളിൽ നിന്നോട്ട് വരുന്ന കാറ്റ് കണ്ടപ്പോൾ എലീശ അവൻ ആത്മാവിൽ കുതിച്ചു. അവൻ കാറ്റിനോട്ട് വന്ന് പുള്ളി ഒറ്റ പൊക്കും പുതപ്പിന് കീഴ്പോട്ടിടുകയും പുള്ളി പോവുകയും ഈ പുള്ളി കാണുകയും ഇരട്ടി ശക്തി പ്രാപിച്ചു. അവനേക്കാൾ ഇരട്ടി ശക്തി. നേരത്തെ നിന്നിടത്ത് ചൂടുണ്ടെങ്കിലേ കൃപയിൽ വന്നാലും ചൂട് വരും. ആ ചൂടോട് പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് വേറെ തന്നെ അഭിഷേകം ചെയ്യും. അവർ പേടിക്കരുത്. അവിടെയാണ്ട് ഏഹു എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവനെ ഒന്ന് അഭിഷേകം ചെയ്യും. ഏഹു നിമിഷിയുടെ മകനാകുന്ന ഏഹു അവനെ ഒന്ന് അഭിഷേകം ചെയ്യും. അപ്പോൾ പ്രവാചകൻ അങ്ങോട്ട് വന്നപ്പോൾ നിമിഷിയുടെ മകൻ ഏഹു ആ നായകന്മാരുമായിട്ട് ഇങ്ങനെ ഒന്ന് ചിരിക്കുക. ആലോചന കമ്മിറ്റിയിലിരിക്കുക. ആ പ്രവാചകൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു നായക എനിക്ക് നിന്നോടൊരു കാര്യം
പറയാനുണ്ട്. അപ്പൊ ചോദിച്ചു ആരോടാന്ന് ചോദിച്ചു. നിന്നോട് തന്നെയാന്ന് പറഞ്ഞു. എന്നാ പറയാൻ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ വെച്ച് പറയാനൊക്കത്തില്ല, കുടം പിടിക്കാത്തവന്മാരുടെ ഇവിടെ ഇരിപ്പുണ്ട്, പറയാനൊക്കത്തില്ല. പിന്നെ ഇവിടെ വെച്ച് പറയും ഉൾമുറി കൊണ്ടുപോയി. ഉൾമുറി ഇവിടെ ഈ ചകത്ത് ഉൾമുറി കൊണ്ട് അകത്തോട്ട് കൊണ്ടുപോയി തൈലം ഒഴിച്ചു പറഞ്ഞു അയാവാക്കിയെന്ന് പറഞ്ഞു. ഇല്ല, പുള്ളി അങ്ങ് ഓടിപ്പോയി. ഒളിച്ച പുള്ളി ഓടി. നമ്മളാണ് കൈമടക്കി നിന്നേനെ. നാട്ടെ എങ്ങനെയാണ് ചെന്ന് ഓടി മൂത്രം ഒടിച്ചേച്ചു. പുള്ളിക്കറിയാൻ വരണ്ടതൊക്കെ വന്നോളും. അവിടെ തപ്പി നിൽക്കേണ്ട കാര്യമൊന്നും വരണ്ട വഴി കൂടെ വന്നോളും. അപ്പോൾ ഒടിച്ചേച്ച് പുള്ളി ഓടി. ഏഹു അകത്തോട്ട് കയറി. നിമിഷയുടെ മകൻ ഏഹു അകത്തോട്ട് കയറി. ഇപ്പം മറ്റവര് നോക്കി നിൽക്കുക. അവൻ കയറുന്നതും മറ്റേ പുള്ളി ഓടുന്നതുമല്ല. ഇവൻ അകത്തോട്ട് കയറിയ ഏഹു അല്ല പുറത്തോട്ട് വരുന്നത്. അകത്തോട്ട് കയറിയത് അഭിഷേകമില്ലാണ്. പുറത്തോട്ട് കയറി വന്ന് അഭിഷേകം പ്രാപിച്ച അഭിഷേകത്തോട് ഇങ്ങോട്ട് വന്നിട്ട് രഥം കൂട്ടാൻ പറഞ്ഞു. ഇനി കമ്മിറ്റി ഒന്നും കൂടുന്നില്ലെന്ന് പറഞ്ഞു. കമ്മിറ്റി ഒന്നും വേണ്ട, രഥം കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ രഥം അങ്ങോട്ട് കൂട്ടി രഥത്തിന് കൊണ്ട് കുതിരയെ കൊണ്ട് അമിച്ചു കെട്ടി. അത് പറവോന്റെ രഥത്തിന്റെ കുതിരയ്ക്ക് കിട്ടുന്ന രഥത്തിന്റെ കുതിരയെ കൊണ്ട് അമിച്ചു കെട്ടിയെന്ന് വിശ്വസിക്കാണ്. മിസ്രൈമിലെ കുതിരകളാണ് കരുത്തുള്ള കുതിര. അപ്പോൾ രഥം അങ്ങോട്ട് കൊണ്ടുവന്നു. മിസ്രൈം എന്നുള്ള പിടിപ്പുള്ള നല്ല കരുത്തുള്ള 2 കുതിരയെ കൊണ്ട് രഥത്തിന് അമിച്ചു കെട്ടി അമിക്കുറ്റി കിട്ടി അമിക്കയറി തടിച്ച് കേറു ചാടിക്കേറി രഥം തെളിച്ച് എങ്ങോട്ടാണെന്നറിയാമോ? ആഹാബിന്റെ അരമന. ലക്ഷ്യമാണ് ആഹാബിന്റെ അരമന. ആ നേരെ ആഹാബിന്റെ അരമനയ്ക്ക്. അപ്പൊ രഥം ഇങ്ങനെ ഈ തന്നെ തെളിച്ച് ഇങ്ങനെ പോകല. അങ്ങനെ രഥം ആ തെളിയിച്ച് നല്ല കരുത്തോടെ അങ്ങോട്ട് പോകും. അന്ന് യോരാം ഇസ്രായേൽ ചികിത്സയ്ക്ക് വന്നിട്ട് പുള്ളിക്ക് യുദ്ധത്തിൽ അതിന് പുള്ളി ട്രീറ്റ്മെന്റ്, അതായത് ഒരു ചെറിയ സുഖചികിത്സ. നാട്ടിലൊക്കെ ചെന്ന ചില സഹോദരന്മാർ പറഞ്ഞു ചിങ്ങോലിയിലൊന്ന് കിഴികുത്താൻ. ഞാൻ തന്നെ കിഴികുത്തില്ല കുത്താൻ. നിനക്ക് തളം വെക്കേണ്ട സമയം കിഴിയല്ല കുത്തേണ്ടത്. കാരണം നിന്റെ സ്വഭാവം എനിക്കറിയാം. നിന്റെ കിഴികുത്തണ്ട. ഇപ്പം ആ തളം വെക്കേണ്ട സമയം. അവൻ സുഖചികിത്സയ്ക്ക് യോരാം ഇസ്രായേൽ വന്നിട്ടുണ്ട്. അപ്പൊ യോരാമിയുടെ മേളിൽ നിന്നപ്പോൾ ദൂരേന്നൊരു രഥം വരുന്നു. അവൻ യോരാം നോക്കിയിട്ട് നോക്കാൻ പറയാം. ഒരു രഥം ഇല്ലയോ വരുന്നത്? അതെ. സ്പീഡിലാന്നല്ലോ വരുന്നത്? ആന്നല്ലോ. എന്നെ നിർത്താതാന്നല്ലോ വരുന്നത്? ആന്നല്ലോ. ഇങ്ങോട്ടാന്നല്ലോ വരുന്നത്? ആന്നല്ലോ. കൊട്ടി പറക്കുന്നുണ്ടല്ലോ? ഉണ്ടല്ലോ. പൊട്ടി പറക്കുന്നുണ്ടല്ലോ? ഉണ്ടല്ലോ. ഇങ്ങോട്ട് തന്നെ ആന്നല്ലോ വരുന്നല്ലോ? ആന്നല്ലോ. സ്പീഡിലാന്നല്ലോ വരുന്നത്? ആന്നല്ലോ. കണ്ടിട്ട് നമ്മളെ ഉന്നം വെച്ചാന്നല്ലോ വരുന്നത്? ആന്നല്ലോ. കണ്ടിട്ട് നിമിഷയുടെ മകൻ ഏകു തെളിക്കുന്നത് പോലെ തോന്നുന്നതാണ്. അപ്പം മറ്റവൻ ചോദിച്ചു അച്ഛൻ മെസ്സേജ് വന്നായിരുന്നോ എന്ന് ചോദിച്ചു. എടാ വിവരം ചോദിച്ചു മെസ്സേജ് ഒന്നും വരോട് ആ ഭ്രാന്തം വരുന്നത് പോലെ വരുന്നെന്ന് എന്ന് പറഞ്ഞാൽ ഈ അഭിഷേകതയിലും ഇവന്റെ ശിരസിൽ വേണപ്പോ ഇവന് ഭ്രാന്ത. ആ അഭിഷേകത്തിന്റെ ആത്മപൂർണ്ണം ഭ്രാന്തനാന്ന് ഒരു വാക്യം കിടപ്പുണ്ട്. അപ്പൊ ഈ അഭിഷേകതയിലും യേഹൂവിന്റെ ശിരസിലോട്ട് വന്ന് ഇവന് ഭ്രാന്ത. ശരിക്കും കർത്താവിനെ അനുഭവിച്ചവന് ഭ്രാന്ത. ആരോടും സുവിശേഷം പറയും, എവിടെയും പറയാം, പേടി കാണുക. സ്തോത്രം. ഈ അഭിഷേകതയിലും വീണപ്പോൾ ഇവന് ഭ്രാന്ത. അല്ല, ഒഴിക്കാൻ ചെന്നവനും ഭ്രാന്തായിരുന്നല്ലോ. അതല്ലേ ഒഴിച്ചേച്ച് പോയപ്പോ മറ്റവര് വെച്ച് ഏകുപോയി. ഓ ആ ഭ്രാന്തൻ എന്നാടാ വന്ന് ഏറവത്തം വായിച്ചാല് പിന്നെ ഞാനില്ല. ഏറവത്തം വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലായി. ഒഴിക്കാൻ വന്നവന് ഭ്രാന്ത്. അതാ വെച്ച് ഭ്രാന്തൻ എന്നാടാ വന്ന് പറഞ്ഞേച്ച് പോയെന്ന്. അപ്പൊ ഒഴിക്കാൻ വന്ന പുള്ളിക്ക് ഭ്രാന്ത്, ഒഴിച്ചപ്പോ അവന് ഭ്രാന്ത്. അപ്പൊ ഏവു ഇങ്ങോട്ട് വന്നപ്പം യോര ഒരു ബാല്യക്കാരനെ വിളിച്ചേക്ക് വന്നു വന്ന് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അവൻ എന്നാ വരുന്നത് ചോദിച്ചു. ഒരു ബാല്യക്കാരൻ കുതിരപ്പുറത്ത് അങ്ങോട്ടേക്ക് ചെന്നു. എന്നപ്പോ ഏ ചോദിച്ചു എന്നാണെന്ന് ചോദിച്ചു. ഒന്ന് വരുന്നു വന്നിരിക്കടാന്ന് പറഞ്ഞു. അവന് നേരെ അവനും പെന്തിക്കോസിനായി. അപ്പം അച്ഛൻ പറഞ്ഞു നമ്മുടെ കറിയാച്ചനെ വിട്ടിട്ട് കിട്ടുന്നില്ല, കാണുന്നില്ല. കറിയാച്ചൻ പെന്തിക്കോസിലാണ്. അന്ന് ചെറിയാച്ചനൊന്ന് പോയി അന്വേഷിച്ചു. ചെറിയാച്ചൻ ഒരു കുതിരപ്പുറത്ത് അങ്ങോട്ട് എന്നാന്ന് ചോദിച്ചു. പുറകിക്കടാൻ അവനെ പെന്തിക്കോ ചെന്നവൻ പെന്തിക്കോസിനായി. അതിന് പറഞ്ഞത് എന്നാന്നറിയാൻ വരെ ഞങ്ങളുടെ ബാബുട്ടി ഇപ്പം കൈയടിക്കുന്ന കൂട്ടത്തിലോ പെന്തിക്കോസൊക്കെ അന്ന് ഇവിടുന്ന് പോയപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നും ഇവിടെ വന്ന് കുഴപ്പമുണ്ടായി. ഇവിടെ വന്നപ്പോൾ നിനക്ക് ഭ്രാന്തായി. സ്വോത്രം ചെന്നവൻ പറയാം. അവൻ ഒഴിക്കാൻ വന്നവന് ഭ്രാന്ത്, ഒഴിച്ചപ്പം അത് വീണവന് ഭ്രാന്ത്, അവനെ കാണാൻ ചെന്നവന് ഭ്രാന്ത്, വന്നവനെല്ലാം ഭ്രാന്ത്. ഇതൊരു ഭ്രാന്ത. സ്തോത്രം. സുവിശേഷം എല്ലാവരോടും അറിയിക്കും. എല്ലാവർക്കും സുവിശേഷം ആവശ്യമാണ്. അവൻ നേരത്തെ നിന്നിടത്ത് ചൂട് ചുടയുണ്ട്. കൃപയ്ക്ക് വന്നാലും ദൈവം നിന്നെ കാലത്തിട്ടു. 7 കാലമായില്ല, അങ്ങോട്ട് പോണം. എന്നോട് വേണം. സ്തോത്രം. അപ്പൊ ഒരു കാര്യം പറയാ, നേരത്തെ നിന്നിടത്ത് നല്ല ഊശിലും ചുണയുണ്ടെങ്കിൽ
ലീത്തിക്കോസ് വന്നാലും ചൂടുക. അപ്പൊ അബ്രഹാമിനെ കൽദയ ജാതികൾ വിളിക്കാൻ കാര്യം ഇവന് ഉഗ്രതയും വേഗതയുമുള്ള ജാതിയാണ്. നേരത്തെ നിന്നെടുത്ത് ചൂടുണ്ടെങ്കിലേ കൃപ വന്നാലും തെളിവ് തരാം. ഈ മാർഗക്കാരാകുന്ന വല്ല പുരുഷന്മാരെ കണ്ടാൽ പിടിച്ചു കെട്ടി കൊല്ലാൻ മറക്കുകയായിരുന്നു ശൗല്. ഈ മാർഗക്കാർ എവിടെ കണ്ടാലും കൊല്ലും, പാട്ടു. സ്തേഫാനോസിനെ കല്ലെറിയാൻ പോയപ്പോൾ കല്ലെറിയാൻ പോയ ആൾക്കാരുടെ തുണിയെല്ലാം കൂടെ പുള്ളി അന്ന് പറഞ്ഞ ഈ സെക്കൻഡ് ഹാൻഡിന്റെ ബിസിനസ് പുള്ളിയെല്ലാം പുള്ളി സൂക്ഷിച്ചു വെച്ചാൽ എറിഞ്ഞ് ഒന്നിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പോയി സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ കൊന്നു. അത് ഈ പുള്ളിക്ക് സമ്മതമായി. അഭിഷിക്തനെ കല്ലെറിഞ്ഞ് കൊന്ന് അഭിഷിക്തൻ മരിച്ചത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട അത്ര. കാരണം ഈ ഭൂതമതത്തിന്റെ മതത്തിന്റെ എരിവ്, മതഭ്രാന്ത് കയറി നിൽക്കില്ല. അതല്ലേ ഗലാത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞ യഹൂദ മതത്തിലെ ഏറ്റവും മുമ്പിലത്തെ നടപ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ എന്ന്. മതത്തിന്റെ എരിവ് കയറിയവനാ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനാ, സുസ്കാത്ത ദിവസം സഭയെ കണ്ടമാനം ഉപദ്രവിച്ചവനാ. അപ്പൊ അക്ക ത്രീശ്വതയോടെ നിന്നവനാ ഈ ശൗല്. ഈ മാരകക്കാരാകുന്ന വന്യപുരുഷന്മാരെ കണ്ട പിടിച്ചു കെട്ടി കൊന്നുകളഞ്ഞ് യെരൂശലേമിൽ ചെന്ന് മരാവരു വന്നിട്ട് അധികാരപത്രം വാങ്ങി വാഹന മൃഗത്തിന്റെ പുറത്ത് വാശിയോടെ വന്ന തർസോസുകാരൻ ശൗല്. അങ്ങനെ തീക്ഷണതയോടെ വന്ന ശൗല്. ഈ മാർഗക്കാരെ കണ്ട കൊല്ലാൻ നടന്ന ശൗല്. അഭിഷിക്തനെ തട്ടിയ അഭിഷിക്കത്തിൽ ഇഷ്ടപ്പെട്ട വ്യക്തി ശൗല്. പക്ഷേ നട്ടുച്ച നേരത്ത് ഡെമസ്കസിന്റെ പടിക്ക വെച്ച് ഇങ്ങനെ വാഹന മൃഗത്തിന്റെ പുറത്ത് വാശിയോടെ വന്ന ശൗലിനെ ദൈവം തൊട്ടു. സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശം ഒറ്റയടിക്ക് പുള്ളി താഴെ വീണെന്നുള്ളതാണ്. ഒറ്റയടിക്ക് താഴെ വീണു, കണ്ണിന്റെ കാഴ്ചയും പോയി. സ്തോത്രം. ഈ ചിലരൊക്കെ രക്ഷിക്കപ്പെടാൻ ഒരു മിന്നലുണ്ടായാൽ മതി. സൂര്യനേക്കാൾ കവിഞ്ഞ ചിലൊക്കെ അങ്ങനെ. ഉദാഹരണം തരാം. ഈ കർത്താവിന്റെ തിരുപ്പിറവിയുടെ സമയത്ത് ആട്ടിടയന്മാരും വന്ന് വിദ്വാൻമാരും വന്നു. അങ്ങനെ ആട്ടിടയന്മാര് പെട്ടെന്ന് വന്നു. വിദ്വാൻമാര് 2 കൊല്ലം കഴിഞ്ഞ് വന്നെന്ന്. പേര് തന്നെ വിദ്വാൻ എന്നാണ്. അതാ പെട്ടെന്നൊന്നും വരികയാണ്. അപ്പൊ മറ്റൊരു ആട്ടിടയന്മാർ ആടിനെയൊക്കെ തീറ്റി ഇങ്ങനെ നടക്കുന്ന പാവത്തങ്ങളാണ്. അപ്പൊ ആട്ടിടയന്മാർ ഇങ്ങനെ ആടിനെയൊക്കെ തീറ്റി വെളിപ്രദേശത്ത് ഇങ്ങനെ രാത്രി വിശ്രമിക്കുമ്പോൾ ഒരു പാട്ട്, സ്വർഗത്തിലൊരു ഗാനാലാപം, ദൂതന്മാരുടെ ഒരു ഗാനാലാപം. അത്യുന്നതങ്ങളുടെ ദൈവത്തിന് മഹത്വ, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കും. നിങ്ങൾക്കടയാളമോ എന്നൊക്കെ പറഞ്ഞ് ശീലകൾ ചുറ്റി പശുത്തൊക്കി കടത്തൊരു ശിശുവിനെ നിങ്ങൾക്ക് കാണും. ബേത്ലഹേമിൽ ചെല്ലണം. എന്നൊക്കെ ഒരു ഗാനാലം, ഒരു പാട്ട്, ഒരു അടി, ഒരു മിന്നലുണ്ടായിരുന്നു. അവിടെ ഒരു മിന്നിയെന്ന് അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനെ എവിടെ ഒരു മിന്നലെന്ന അങ്ങനല്ലേ? ഒരു മിന്നൽ അങ്ങനല്ലേ? കണ്ടോ? ഒരു മിന്നൽ ചുറ്റും മിന്നി, അങ്ങനെ അടിച്ചേക്കുന്നത്. ചുറ്റും അവിടെ ലോകോസിന്റെ സൂക്ഷിക്കാൻ 8-ാം അധ്യായം അവിടെ ചുറ്റും മിന്നി എന്നല്ലേ വായിച്ചേ. ഒരു മിന്നൽ, ഒരു മിന്നൽ, ചുറ്റി ഒരു മിന്നൽ. അപ്പോൾ ആട്ടടയന്മാരിങ്ങനെ കിടക്കുക, ആടിനെ തീറ്റി കിടക്കുക. അനന്തരം ഇങ്ങനെ വിശ്രമിച്ച് കിടന്നപ്പോൾ ഒരു മിന്നൽ വന്നു. ചുറ്റും ഒരു മിന്നലും ചടേന്ന് ഇവർ എഴുന്നേറ്റെന്നുള്ളതാണ്. ഒറ്റ മിന്നലിന് ചടകൂടെ എഴുന്നേറ്റ് സൂക്ഷം വന്ന് കുട്ടിയെ കണ്ടു. ഒരു മിന്നലും ഒരു വരവും വന്നുടനെ വന്ന് കുട്ടിയെ അമ്മയോട് കൂടെ കുട്ടിയെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. സ്തോത്രം, സ്തോത്രം. അട്ടിടയർ കൂട്ടമായി വന്ന നേരം, അട്ടിടയർ കൂട്ടമായി വന്ന നേരം, അട്ടിടയർ കൂട്ടമായി വന്ന നേരം, ഒറ്റ മിന്നലിന് പണി നടന്നെന്നുള്ള. എന്നാൽ വേറെ ഒരു കക്ഷികളാണ് വിദ്വാൻമാർ. കിഴക്കിന്ന് വരുന്ന വിളിക്കാറ് ഏതാണ്ട് ഇന്ത്യ, ഏഷ്യ, ഇന്ത്യ സൈഡിൽ നിന്നൊക്കെ വന്നെന്നാ പറയുന്നത് വിദ്വാൻമാര്. നമ്മുടെ ആൾക്കാർ വലിയ വിളവന്മാരാണല്ലോ. അപ്പോൾ അവർക്ക് ഈ മിന്നൽ കൊടുത്താൽ അത് ഏക്കുക. മിന്നൽ കൊടുത്താൽ
മിന്നൽ കൊടുത്താൽ ഏക്കത്തില്ല. അപ്പോൾ മിന്നൽ കൊടുത്താൽ അതുകൊണ്ട് അവർക്ക് നക്ഷത്രം കാണും. ഗണിതശാസ്ത്ര പ്രകാരം ജീവിക്കുന്ന ആൾക്കാർ ശാസ്ത്രമനുസരിച്ച് അവർ സ്തോത്രം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെ ഈ വിദ്വാൻമാരായതുകൊണ്ട് നക്ഷത്രം അങ്ങോട്ട് കാണിച്ചു. അപ്പോൾ ഒരു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിച്ചു. മിന്നലൊന്നും കൊടുത്തായിരുന്നു കേൾക്കുകയാണ്. നക്ഷത്രം കണ്ടപ്പോൾ അത്യന്തം പാവത്തങ്ങൾ പറഞ്ഞ ഉറക്കായ ഞാൻ മിന്നലെ കണ്ടു. ഓ മിന്നല, ഞാൻ 75 കൊല്ലമായി പെന്തിക്കോസിലായിട്ട് ഇന്ന് വരെ മിന്നലിന്റെ ഗ്രീക്ക് എന്തുവാണ്? മിന്നലിന്റെ മൂലഭാഷ തപ്പി ഇവൻ ഉപ്പാട് വരുന്നത് അല്ലാതെ ഇവനൊരു ദോത്രം പറയുകയാണ്. പാവത്തങ്ങൾക്കൊക്കെ മിന്നൽ വന്ന് അതുങ്ങൾ പെട്ടെന്ന് വന്ന് യേശുവിനെ കാണുക ആരാധിക്കുകയും ചെയ്യും. മറ്റോമാര് മിന്നൽ കൊടുത്താൽ ഏക്കത്തില്ല. മിന്നൽ കൊടുക്കാതെ ദൈവത്തിന് എല്ലാവരും വേണമല്ലോ. അതിന് നക്ഷത്രം കാണിച്ചു. നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം. പക്ഷെ പോയത് നേരെ പാലസിലോട്ട്. മറ്റവര് മിന്നി ഉടനെ ആട്ടുംകൂട്ടി വന്നു, തൊഴുത്തിലോട്ട് വന്നു. മറ്റവൻ നേരെ പാലസിൽ നിന്ന് സൂക്ഷം പാലസിലോട്ട്, ഹെരോദാവിന്റെ പാലസിലോട്ടാ 3 ചെല്ലുക. പൊന്നും 3 കുന്തിരിപ്പുകളൊക്കെ എടുത്തു. എന്റെ ഭാവനയാ. ബെല്ലടിച്ചപ്പോ ഹെരോദാവ് ഇറങ്ങി വന്നു. അങ്ങനൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ചിന്തയാ. ഇറങ്ങി വന്നെ പുള്ളിയിക്ക രാജാവായി പറന്നവൻ അകവാൾ വെട്ടിക്കാണും. ഉടമകലം വരെ ഉണ്ടാക്കും. ഇവർക്ക് അവിടെ ചെന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പുള്ളി അന്തം ഞാനല്ല നാശോപ്പിക്കാൻ പോയത് കണ്ടോ? പിന്നെ അവിടെ ചെന്ന് പമ്മിയൊക്കെ നിന്നപ്പോൾ പുള്ളി പറഞ്ഞു എങ്ങനെ കാണാം അല്ലെ ഞങ്ങൾ നക്ഷത്രം കണ്ടെന്ന് പറഞ്ഞു. ഓ പിന്നെ കൃത്യം രാജാവായിട്ടൊരുത്തം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇവിടെ ഞാൻ അറിയാലോ എന്തില്ല പൈതൃകയാണെന്ന് ഓർത്തോളം. പണം പിടിക്കാത്തവനൊക്കെ ചെന്ന് കയറിയാ ചെല്ലുന്ന വീടുകൂടെ കലങ്ങുമെന്നാണ്. അവൻ പുരാതന പറഞ്ഞ ബുദ്ധിമാൻ. അവിടെ ഡേറ്റ് കൃത്യം എന്ന് പറയണമെന്ന് പറയുന്നത്. തിരിച്ചിങ്ങളിലെ പോയിട്ട് തിരിച്ചു വന്ന് കൊച്ചിനെ കണ്ടേച്ച് കണ്ട കാര്യമൊക്കെ എന്നോട് വന്ന് തിരിച്ചിവിടെ വന്ന് പറയണം. പണം വരുത്താനാണ് ഓർത്തത്. പക്ഷെ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ഇവർ നേരെ വന്ന് 2 വർഷം എങ്ങാണ്ട് കഴിഞ്ഞ് വന്ന് കണ്ടെന്നാ ഒരു കണക്ക് പറയുന്നത്. നാളുകൾ ഒത്തിരി എടുത്തു. നാട്ടിടയന്മാർ പെട്ടെന്ന് കർത്താവിനെ കണ്ടു. വിദ്വാന്മാരപ്പം താമസിച്ച. അപ്പം ഈ ജ്ഞാനികളെ ദൈവം അങ്ങനെ പെട്ടെന്നൊന്നും ചില വിഷയത്തിൽ എടുക്കുകയാണ്. അപ്പൊ കൃപയിൽ വരുന്നത് യോ കുഞ്ഞുങ്ങൾ ഒരു ഒറ്റ മിന്നലുണ്ടായപ്പോ യേശുവിനെ അറിഞ്ഞു. അപ്പൊ ഈ ഡമസ്കസിൽ ചെന്ന് യെരൂശലേമിൽ ചെന്ന് മഹാപുരോഹിതന്റെ അധികാരപത്രം വാങ്ങി വാഹന മൃഗത്തിന്റെ പുറത്ത് വാശിയോടെ വൈരാഗ്യപത്തിയോടെ മതഭ്രാന്ത് കയറി, മതത്തിന്റെ എരിവ് പേറി വാഹന മൃഗത്തിന്റെ പുറത്ത് വാശിയോടെ വന്ന തർസോസുകാരെ ശൗലിനെ ഒറ്റയടിക്ക് താഴെ ഇട്ടിട്ട് മിന്നലുമുണ്ടായി കണ്ണിന്റെ കാഴ്ചയും പോയി. കിടന്ന കിടപ്പിച്ചു വെച്ച് കർത്താവെ നീ ആരാധു ശൗലി എന്നൊരു ശബ്ദം. നീ ആരാകുന്ന കർത്താവെ പറഞ്ഞ് നീ ഉപദ്രവിക്കുന്ന നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഉപദ്രവിക്കുന്ന നസറയനാകുന്ന യേശുവാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടു. ആ കണ്ട കാര്യം പൗലോസ് അഗ്നിപ്പാനോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ നിർമ്മിത കഥയും ഊഹാഭോഗമല്ല, എനിക്ക് ഭ്രാന്തൊന്നും വന്നതല്ല, ഞാൻ യേശുവിനെ നേരിട്ട് കണ്ടത്. നട്ടുച്ച നേരത്തെ ഞാൻ കണ്ടതാ. ഞാൻ എന്റെ വാക്ക് നിർത്താ. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവൻ ഞാൻ നേരത്തെ. പക്ഷെ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സകല എണ്ണത്തിന് ഈ മാർഗത്തിലാക്കാൻ നടക്കുക. യേശുവിന്റെ ആത്മാവ് നിന്റെ അകത്ത് കയറിയാൽ, സുവിശേഷം നിന്റെ അകത്ത് കയറിയാൽ നീ അറിഞ്ഞ രക്ഷയെ പറ്റി ഓടി നടന്ന് പറയണം. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞ ചങ്ങല ഒഴിക്കും മുഴുവൻ ആൾക്കാരും എന്നെ പോലാകണം. ചങ്ങല എല്ലാവരും യേശുവിനെ അറിയണം, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സ്നാനപ്പെടണം, എല്ലാവരും അഭിഷേകം പ്രാപിക്കണം, എല്ലാവരും അപ്പം നുറുക്കി സംബന്ധിക്കണം, എല്ലാവരും ആത്മാവിൽ നിറയണം, എല്ലാവരും വേർപാട് പാലിക്കണം, എല്ലാവരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം, ബാക്കി ഭാഗം പ്രസംഗിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു പഴയ പാട്ടിന് 2 ചരണങ്ങൾ കൈകളിടിച്ച് പാടാം. ഉന്നതാവിലേക്ക് യോഗ്യരേ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നും മാറല്ലേ, അവനെ ഉന്നതാവിലേക്ക് യോഗ്യരേ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നും മാറല്ലേ.
നന്ദി. ആത്മശക്തി ഏറ്റെടുത്ത് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. യേശുവേ ആരാധിക്കും. തൻവചനം അനുസരിക്കും. മാതൃകയായി ജീവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശു
യേശുവെ ആരാധിക്കും, തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. ആയുസ്സും ആരോഗ്യവും എൻ ദൈവം എനിക്കു തരും, ആയുസ്സും ആരോഗ്യവും എൻ ദൈവം എനിക്കു തരും.